സാഹചര്യം. കാരണം പോലീസുകാർ വിളിക്കുമ്പോൾ കോടതി കൂട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കയറി നിൽക്കേണ്ടി വരിക. അതുകൊണ്ട് മാത്രം ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇവിടെയുണ്ട്. അപ്പൊ ഇവരെ മലപ്പുറത്തു വച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. നോക്കണം, മറ്റെല്ലാ രാജ്യങ്ങളിലും ആരാധനാലയങ്ങൾ വരെ ലേലത്തിലിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടോ 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളികൾ. ഇവര് മദ്രസകൾ ഉണ്ടാക്കി, പള്ളികൾ ഉണ്ടാക്കി, ഇസ്ലാം മത രാജ്യമാക്കി ഈ ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പീഡനം മലപ്പുറം ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ കാര്യങ്ങളും പല ആളുകളും അവരുടേതായിട്ടുള്ള വിഷൻസ് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കേട്ടും കണ്ടും വായിച്ചും മനം എടുത്തിട്ടാണ്. ഒരു മതത്തിന്റെ പേര് പറയുന്നു എന്നൊരു പക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഇവിടെ മതം പോട്ടെ, മോഷണം, വിസ തട്ടിപ്പ്, ഹജ്ജ് കാപഠ്യം, ആത്മീയ തട്ടിപ്പുകൾ, വാഹന മോഷണം, വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത്, കള്ളനോട്ട്, കുഴൽപ്പണം, മലദ്വാര സ്വർണം, കൊലപാതകം, ബോംബ് സ്ഫോടനം, തീവ്രവാദം, ഭീകരാക്രമണം, മതപഠന ക്ലാസുകളിലെ കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്നു, പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, കാശ്മീരിലേക്കൊരു നുഴഞ്ഞുകയറ്റം. ലോകം മുഴുവനും ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഭാഗം ആരാണ് എന്ന് നിങ്ങളൊന്ന് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ടെന്ന് പറ. MDMA ലഹരിക്കടത്ത്, പെൺകുട്ടികളെ വശീകരിക്കുന്നു, അവരെ ഗർഭിണികളാക്കുന്നു, ജിഹാദ് നടത്തുന്നു. ലവ് ജിഹാദ് ആയിരുന്നാലും, നാർക്കോട്ടിക് ജിഹാദ് ആണെങ്കിലും, ലാൻഡ് ജിഹാദ് ആണെങ്കിലും, ഹലാൽ ജിഹാദ് ആണെങ്കിലും, ഇതെല്ലാം പെറ്റുപെരുക്കി ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും 1-ാം സ്ഥാനത്ത്. കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ വെടിയേറ്റു മരിക്കുന്ന മതക്കാർ ഈ മതത്തിൽപ്പെട്ട ഭീകരന്മാരാണ്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മുറിയന്മാരെയാണ്. എന്തുകൊണ്ടാണ്? അവരാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചെയ്യാം. ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാണെന്ന് ഇത്രയും വേഗീളി? ഒരു മതത്തിന്റെയും പേര് പറയാതിരുന്നിട്ടും ചിലർക്ക് കൊള്ളുന്നതും അവർ കമന്റിൽ വന്ന് പുഴുത്ത തെറി വിളിക്കുന്നതും കൂടെ കിടക്കാമോ എന്ന് ചോദിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇവരാണ് ലൈംഗികത മുട്ടി നിൽക്കുന്ന, ലൈംഗിക ദാരിദ്ര്യം പിടിച്ച വിഭാഗം. ഇവര് അങ്ങേയറ്റം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാ. ചെറിയ പ്രായത്തിൽ തന്നെ അറ്റം ചെത്തി വിടുന്നത് കൊണ്ട് ഒരു രക്ഷയുമില്ല. ഇവർക്ക് വികാരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. 1, 2, 3, 4 ഒക്കെ ആയിട്ട് പോലും ഇവർക്ക് ശമനം കിട്ടുന്നില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ ഇങ്ങനെ മലദ്വാർ ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാ? പീഡനം എന്ന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കുന്നേ. അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ സംശയിക്കുന്നു, ഇവര് തന്നെ വന്ന് റിയാക്ട് ചെയ്യുന്നു? എന്തുകൊണ്ടാ? അപ്പോ ഇവർക്ക് ചൊറിയും ഇത് പറയുമ്പോൾ, ഇവർക്ക് കൊള്ളും ഇത് പറയുമ്പോൾ. എല്ലാ സമുദായത്തിലും ഉണ്ട് നസീറ, നമ്മുടെ സമുദായത്തിൽ കുറച്ച് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിലെ കുറ്റകൃത്യങ്ങളെല്ലാം നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവർ കെങ്കേമമായി ചെയ്യുന്നു. അപ്പൊ മലപ്പുറത്തിന് നമ്മുടെ ആളുകൾ മാത്രമായാലോ? പറയാനുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. പോപ്പുലർ ഫ്രണ്ടിന് 24 ഏക്കർ ഭൂമിയില് മഞ്ചേരിയില് സത്യസരണി വക ആയുധ പരിശീലനം നടത്തിയത് മലപ്പുറത്താണ്. എന്തേ തടയാൻ പറ്റാത്തത്? മലപ്പുറം അവർക്ക് സ്വൈര വിഹാരം നടത്താൻ സാധിക്കുന്ന ജില്ലയാണ് എന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാം. അവരത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. കാരണം മലപ്പുറം നമുക്ക് എല്ലാ രൂപത്തിലും സഹായകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുള്ള മണ്ണാണ് എന്നവർക്ക് മനസ്സിലായി. എന്തായിരുന്നാലും ശരി, അമുസ്ലിങ്ങൾക്ക് കിടക്കപ്പുറതി ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കരിപ്പൂരില് പിന്നീട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊന്നും വേണ്ടി വരില്ല.
ഒരു എക്സ്റേയോ ഒരു സ്കാനിങ്ങോ ഏതെങ്കിലും ഡോക്ടർ ഇവരുടെ മൂലത്തിൽ കൈയിട്ട് തോണ്ടി സ്വർണം വലിച്ചെടുക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്താണോ വേണ്ടത് അത് അയാളുടെ വീട്ടിലെത്തും. ഇവരുടെ സ്വർണമോ എന്താണോ ഇവർക്ക് വേണ്ടത് അത് ഇവരുടെ വീടുകളിലും എത്തും. സംശയമൊന്നുമില്ല. ഇത് പറയുമ്പോൾ കൊള്ളുന്നത് ആർക്കാണ് പൊള്ളുന്നത് ആർക്കാണ് എന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. എക്സ് എത്തിസ്റ്റ് ഓക്കെ ആയിക്കോട്ടെ, ഞാൻ റിഗ്രറ്റ് അടിച്ചോട്ടെ, എനിക്കില്ലാത്ത വിഷമം എന്തിനാടാ നിനക്ക്? ഞാൻ മരിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ജീവിക്കട്ടോ. ഞാൻ ജീവിതത്തെ കുറിച്ചാ ചിന്തിക്കുന്നത്, മരണത്തെ കുറിച്ചിട്ടല്ല. നിങ്ങൾ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ജീവിതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്ന ഈ സ്വർഗത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഞാനെങ്കിലും തയ്യാറാകണ്ടേ? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അപ്പോ കേരളത്തിലെ മുസ്ലിം സമുദായം ഭൂരിപക്ഷമാകും. ഇപ്പൊ മലബാറിലായപ്പോൾ ഓരോ പ്രദേശങ്ങളും അവര് കീഴടക്കുന്ന രീതികള് മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പല ആളുകളും പറഞ്ഞ വോയിസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. വന്ന വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ എന്താണോ നടക്കുന്നത് അതിന്റെ 100 മടങ്ങായിരിക്കും കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായാൽ സംഭവിക്കും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംഘി ചാപ്പകുത്തി ഒരു മൂലക്കിരുത്തിയതുപോലെ ഈ യാഥാർത്ഥ്യങ്ങളോടൊന്നും നിങ്ങൾക്ക് മുഖം തിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മുസ്ലിം സമുദായം കേരളത്തിൽ കഴിഞ്ഞ ദിവസം അലിയാർ കാസിമി പറഞ്ഞത് 27 തോന്നുന്നു, 27% അതാണ് കുട്ടികൾ നിർമ്മല കോളേജിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, പിന്നെന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു റൂം കോളേജിൽ തന്നാലേ എന്ന് ചോദിച്ചില്ലേ? ഇവർ ശക്തമായ രൂപത്തിൽ ബ്രെയിൻ വാഷ്ഡ്. ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായിരിക്കുന്നു നമ്മുടെ മക്കൾ. ഭരണകാര്യങ്ങളിൽ എന്തിനനാവശ്യമായി മതം ഇടപെടണം? എന്തിനു മത നേതൃത്വം ഇടപെടണം? സ്കൂളിൽ സമയം മാറ്റുന്നു, എന്താ പ്രശ്നം? യൂണിഫോം, എന്താ പ്രശ്നം? ഇത് മതേതരത്വമല്ല, ഇത് മത ആധിപത്യമാണ്. ഈ മതാധിപത്യത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. സ്കൂളിലെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരുമ്പോൾ അവര് ന്യൂട്രാലിറ്റി ആഘോഷിക്കട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? സ്കൂളിൽ സൂംബ ഡാൻസ് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് സോംബയുടെ പിന്നാലെ പോകുന്നത്? നിങ്ങൾ എന്താണ് സാംബയുടെ പിന്നാലെ പോകുന്നത്? സൂംബ എന്താണെന്നും സാംബ എന്താണെന്നും സോംബ എന്താണെന്നും സോംബേരി എന്താണെന്നും സോംബികൾ ആരാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. അർദ്ധനഗ്നരായി തുണിയില്ലാതെ കുട്ടികൾ ആടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വിവരക്കേട് ജനങ്ങളെ കൂടി അറിയിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് മൗനിയാകാനെങ്കിലും ശ്രമിക്കണ്ടേ? എനിക്ക് ആ വിഷയത്തെ കുറിച്ചിട്ട് അറിയില്ല. ശരി, മിണ്ടണ്ട. നമുക്കറിവില്ല എന്ന അറിവ് വലിയ ഒരു തിരിച്ചറിവാണ്. മറിച്ച് നമുക്കെല്ലാം അറിയാം എന്ന് വിചാരിക്കരുത്. എന്തിനാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ, ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്തിന് മതവും മത നേതൃത്വത്തെയും വലിച്ചിഴച്ചു കൊണ്ടുവരണം? അതുകൊണ്ടാണ് KT ജലീൽ പറഞ്ഞത് പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് മലദ്വാർ ഗോൾഡ് ഹറാമാണ് എന്ന രൂപത്തിൽ ഒരു മതവിധി പുറപ്പെടുവിക്കണം. ഇവിടത്തെ ഭരണഘടനയൊന്നും നമ്മുടെ കാക്കാ കുഞ്ഞുങ്ങൾ അനുസരിക്കില്ല. മുറിയന്മാർക്ക് പ്രധാന മതമാണ്. അതുവഴി മലപ്പുറത്തൊരു ശരീഅത്ത് നിയമം വേണം എന്നാണ് ജലീൽ പബ്ലിക്കിനോട് പറഞ്ഞത്. ഞങ്ങൾക്ക് മതേതര ഭരണഘടനയൊന്നും അംഗീകരിക്കാനോ അനുസരിക്കാനോ പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടത് ശരീഅത്ത് നിയമമാണ്. ഞങ്ങൾ ശരീഅത്ത് നിയമം മാത്രമേ അനുസരിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞു വരികയാണ്. മലപ്പുറം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ടില്ലേ? അതാണ് പറയുന്നത്. KT ജലീലിനെ പോലെയുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. മലദ്വാർ ഗോൾഡ് ഏറ്റവും കൂടുതൽ ആരാ? ഞമ്മന്റെ മക്കൾ. ഞാൻ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളെല്ലാം, മയക്കുമരുന്നാണെങ്കിലും കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും പീഡനമാണെങ്കിലും കൊലപാതകമാണെങ്കിലും മലദ്വാർ കടത്താണെങ്കിലും ഉമ്മറം കടത്താണെങ്കിലും ലഹരിയാണെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളാണെങ്കിലും സ്ഫോടനങ്ങളാണെങ്കിലും ചാവേറാക്രമണങ്ങളാണെങ്കിലും എന്നു വേണ്ട സകലമാന കുറ്റകൃത്യങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും
അനധികൃതമായി പണം സമ്പാദിക്കുന്ന മേഖലയിലായിരുന്നാലും ശരി, എല്ലാത്തിലും ഞമ്മന്റെ ആളുകൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് കൊണ്ട് എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് കെ.ടി. ജലീൽ പറയുന്നത്, പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് ഒരു മതവിധി പുറപ്പെടുവിച്ചാൽ ഇതെന്താ പാകിസ്ഥാനോ? ഫസൽ ഗഫൂറും പറയുന്നു, നിങ്ങൾ എല്ലാവരും കൂടി പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് വിജയിപ്പിക്ക്, പ്രാദേശിക പാർട്ടികൾ അധികാരത്തിൽ വരട്ടെ, അല്ലേ? അങ്ങനെയാണെങ്കിലാണ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് ഇസ്ലാമിക കലിഫേറ്റ് സ്ഥാപിക്കാനും ഇസ്ലാമിക രാജ്യത്തിന്റെ കൊടി നാട്ടാനും പറ്റൂ. അതുകൊണ്ടല്ലേ നമ്മൾ ജനഗണമനയൊക്കെ മാറ്റി നമ്മൾ ഹലാൽ ജനഗണമനയൊക്കെ ആക്കി കാത്തിരിക്കുവാണ്. പ്രവാചകന്റെ പേരിലാണ് പുതിയ ജനഗണമന. ഇവര് കാത്തിരിക്കുവാണ് അത്തരം ഒരു ജനഗണമന ഒന്ന് പാടാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമുക്ക് അതൊന്ന് പാടാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ അധികാരത്തിൽ കയറ്റണമെന്ന്. നിങ്ങൾ എല്ലാവരും പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ കാര്യം നടക്കത്തുള്ളൂ. ഇത് മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അമുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് എന്ന് അനുഭവസ്ഥരായ ആളുകൾ നമ്മളോട് തുറന്നു പറയുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമാണ്. മുസ്ലിം ലീഗ് കേരളത്തിലുടനീളം കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. എന്താ കാരണം? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിലൂടെയേ പറ്റൂ. തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മത്സരിക്കണം, കൂടുതൽ സീറ്റുകൾ നേടണം, ഭൂരിപക്ഷം നേടണം. അങ്ങനെയാണ് ഇസ്ലാമിക കലിഫേറ്റ് സ്ഥാപിക്കാൻ പറ്റൂ എങ്കിൽ. അങ്ങനെ കണ്ടില്ലേ, ഇവർ കാലത്തിനനുസൃതമായി മാറി ചിന്തിക്കുന്നത്. സംഗീതം ഹറാമാണ് എന്ന് പറഞ്ഞവർ ഇന്ന് പുതിയ പുതിയ ഇറങ്ങുന്ന സിനിമകൾ ഒന്ന് നോക്കൂ നിങ്ങൾ. ആരാ പാട്ട്, സംഗീതം ആരാ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആരാ, കഥ തിരക്കഥ സംഭാഷണം ആരാ, നിർമ്മാണം ആരാ, പ്രൊഡക്ഷൻ ആരാ? എല്ലാം മുസ്ലിം നാമധാരികൾ. ഇനി അതിനകത്തെ നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും മ്യൂസീഷ്യൻ ആണെങ്കിലും ഇനി കോസ്റ്റ്യൂം കൺട്രോളർ ആണെങ്കിലും എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ നിറഞ്ഞില്ലേ? എല്ലാ മേഖലകളിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, അഗ്നിപഥ്, NIA, ആർമി, CRPF, എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ ഇരച്ച് കയറി കഴിഞ്ഞു. അത് നല്ലതാണ്, ആയിക്കോട്ടെ. അപ്പൊ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഭൂരിപക്ഷം നേടിയാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക് കലിഫേറ്റ് സ്ഥാപിക്കാൻ പറ്റും. അതുപോലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ അതിലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. നോക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ അവര് മലബാറിന് പുറത്ത് കൂടുതൽ സീറ്റുകളിൽ ഇപ്പോഴും കണ്ണുവച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ മൗനത്തിലാണ്. നമ്മൾ ഇതിനോടൊന്നും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDPI ആണെങ്കിലും സിമി ആണെങ്കിലും സോളിഡാരിറ്റി ആണെങ്കിലും ലീഗ് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കും. ആ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ ആദ്യം അവിടെ നിന്ന് പുറത്താകുന്നത് ആരാണ് എന്ന് ലെബനനും സിറിയയും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഒന്ന് നോക്കിയാൽ മതി. ആ രാജ്യത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മെരിയ, ഞാൻ പറയുന്നത് പോലെയുള്ള നല്ല കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം ആളുകളുടെ നാവിൽ നിന്നും കേൾക്കാൻ പറ്റില്ല. ഇതെന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ്. എന്റെ രാജ്യം നാളെ മതരാജ്യമായി മതേതര വിശ്വാസികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി ചാവാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതെനിക്ക് പറഞ്ഞേ തീരൂ. കാരണം എനിക്ക് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും എൻ്റെ സഹോദരന്മാരാണ്. എല്ലാ പൗരന്മാരും സഹോദരി സഹോദരന്മാരാണ്. വൃദ്ധരായ ആളുകൾ അമ്മയ്ക്കും അപ്പനും തുല്യമാണ്. അതുകൊണ്ട് അവരൊന്നും നാളെ പെട്ടിയും കിടക്കയും എടുത്ത് മക്കളെ ശരീരത്തിലേക്ക് വെച്ച് വരിഞ്ഞു കെട്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടാതിരിക്കാൻ എനിക്കിത് പറഞ്ഞേ മതിയാവും.
ഒന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിങ്ങൾ ഈ നാട് പിടിച്ചടക്കിയാൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എങ്ങോട്ട് ചേക്കേറും? അഭയാർത്ഥികളായി. ഇവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇവർക്ക് പോകാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകും? ആ മെരിയായി അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, അവർ ഫേക്ക് ഐഡിയ ആണ്. ഒരു കുറെ ആയല്ലോ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ടും പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും? അവര് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ മതം വേണമെന്ന് പറയുകയും അക്യൂപങ്ചർ ചികിത്സ കണ്ടില്ലേ നിങ്ങള്? നമ്മൾ എന്താ വിചാരിച്ചത്? രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അവര് ട്രോഫി വാങ്ങാൻ വേണ്ടിയിട്ട് കോട്ടിട്ട് വന്നതാണെന്നോ? വീട്ടിൽ പ്രസവിച്ചതിന്റെ അവാർഡ് വാങ്ങാൻ ആ സ്റ്റേജിലേക്ക് കയറിയത് കണ്ടില്ലേ? കണ്ടില്ലേ? ആ, ഒരു ട്രോഫി കയ്യിലുണ്ട് കുട്ടികൾ, അടുത്ത ട്രോഫി വാങ്ങാൻ വന്നതാ. അപ്പോ വീട്ടിൽ പ്രസവിച്ചിട്ട് മരിച്ചുപോയ സ്ത്രീയോട് എന്ത് സമാധാനം പറയും നിങ്ങള്? അതേ മക്കളെ, അവയവദാനം നിങ്ങൾ ചെയ്യണ്ട. ഏവന്റെ വേണമെങ്കിലും കണ്ണുമൂക്ക് നാക്കുമൊക്കെ വാങ്ങിച്ച് നിങ്ങളൊക്കെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം അബ്ദുൽ നാസർ മദനിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, സർജറി കഴിഞ്ഞു. ആരാ കൊടുത്തത് അവയവം? ഇവരുടെ ആരുടെങ്കിലും ഹൃദയം മാറ്റി വെക്കാറുണ്ടോ? ഇവർ കൊടുക്കാറുണ്ടോ? കിഡ്നി, കരള് കൊടുക്കാറുണ്ടോ? ഇല്ല. ആരുടേതും വാങ്ങിച്ച് ഇവര് വെക്കും. ഇവർക്ക് പറ്റും. എല്ലാവരുടേതും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ മുസ്ലിം ഡോക്ടറെ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? ഒരു മുസ്ലിം കടയിലേക്ക് കയറി ചെല്ല്, അവര് വിളിക്കുന്ന ഓട്ടോറിക്ഷ വരെ മുസ്ലിമിൻ്റെതായിരിക്കും. കാരണം നമ്മുടെ ഒരു പൈസയും പുറത്തു പോകരുത്. നമ്മുടെ പൈസയെല്ലാം മുസ്ലിമിന് തന്നെ പോകണം. അവര് കച്ചവടം വരെ മുസ്ലിങ്ങളുടെ കടകൾ നോക്കിയാണ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടിയാൽ ആര് തന്നാലും നമ്മൾ പോയി വാങ്ങും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതല്ല ഇവര് ചെയ്യുന്നത്. ഇവർക്ക് മുസ്ലിങ്ങൾ മാത്രമേ വളരാവൂ, അവര് മാത്രമേ രക്ഷപ്പെടാൻ പാടുള്ളൂ. ഇപ്പൊ ഇവര് ഇനിയിപ്പോ നോക്കിക്കോ, അടുത്ത മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് മുസ്ലിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവർക്കിനിയും കൂടുതൽ സീറ്റ് വേണം. നോക്കിക്കോ നിങ്ങള്, ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ. മുസ്ലിങ്ങളെ വെച്ചു മത്സരിപ്പിച്ച് അവരെ മന്ത്രി കസേരയിലിരുത്തി എങ്ങനെയാണ് കേരളത്തിൽ ശരീഅത്ത് നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നത് എന്ന് ഇവര് നമുക്ക് കാണിച്ചു തരും. മലബാറിൽ മാത്രമല്ല, മലബാർ ഏതാണ്ട് അവർക്ക് സ്വന്തമായി കഴിഞ്ഞു. അതിനകത്ത് ഭൂരിപക്ഷം പോലെ തന്നെയാണ് ആയിട്ടുള്ളത്. കൂടുതൽ സീറ്റുകൾ അവർ മറ്റു ജില്ലകളിൽ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തികച്ചും ന്യായമായ, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല എന്ന് പറയേണ്ടത് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അദ്ദേഹം മതവിദ്വേഷം നടത്തി, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശം നടത്തി എന്ന് ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടും. സംശയം എന്താ? മലപ്പുറം ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുമല്ലേ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ തന്നെയല്ലേ കേരളം പിടിക്കാൻ ശ്രമിക്കുന്നത്, കേരളം ഭൂരിപക്ഷമാക്കാൻ ശ്രമിക്കുന്നത്. അവരല്ലേ സൂംബ ഡാൻസിനെയൊക്കെ എതിർക്കേണ്ട കാര്യം എന്താ? എന്തിനാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ മത നേതൃത്വം എന്തിനിടപെടണം? ഒരു കോളേജിൽ, ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെന്ന് വിചാരിച്ചോളൂ, മഫ്ത ധരിക്കാൻ അനുവദിച്ചില്ല. ഉടനെ തന്നെ മത നേതൃത്വമാണ് ഇറങ്ങി വരുന്നത്. എന്തിന് മത നേതൃത്വം അതിനകത്ത് ഇടപെടണം? നിർമ്മല കോളേജില് ആ ചുറ്റുവട്ടത്ത് തന്നെ ഏതാണ്ട് 3ഓളം പള്ളികൾ ഉണ്ടായിട്ട് അവിടെ എങ്ങും ഇവർക്ക് നമസ്കരിക്കണ്ട. ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണ്ടത് നിർമ്മല കോളേജിനകത്തു മാത്രമാണ്. എന്തിന്? അപ്പോ ഇവരെന്തിനുള്ള പുറപ്പാടാണ്? ഈ പറയുന്നതിൽ വസ്തുതകളില്ലേ? ഇല്ലേ? അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അതേ അനൂപേ, അതാണ് സത്യം. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ടല്ലേ അവർക്ക് കൂടുതൽ നിയമസഭാ സീറ്റുകൾ ആവശ്യപ്പെടേണ്ടി വരുന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ അവർക്ക് കേരളത്തിൽ ഒരു സംസ്ഥാനം വേണമെന്ന് അവർ പറയുന്നത്. ഞങ്ങൾക്ക് മലബാർ മൊത്തം ഒരു സംസ്ഥാനമാക്കി ഇങ്ങോട്ട് തായോ, മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ആയിട്ട് ഒരു സംസ്ഥാനമാക്കി ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നീട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഞങ്ങൾ ഹലാൽ കൊടി അങ്ങോട്ട് പൊക്കും. ഹലാൽ കൊടി പൊക്കും കരിപ്പൂരില്. പിന്നീട് കരിപ്പൂരും കണ്ണൂരും ഒക്കെ നമുക്ക് മാത്രം സ്വന്തമായിട്ട് അങ്ങോട്ട് മാറും. മലദ്വാർ സംസ്ഥാനമാക്കി ഞങ്ങൾ അതിനെ അങ്ങോട്ട് മാറ്റും. മുസ്ലിങ്ങളില് തീവ്രവാദികൾ കുറച്ചേ ഉള്ളൂ എന്ന് പൊതുവെ പരക്കെ പറയാറുണ്ട്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. പക്ഷെ തീവ്രവാദികൾ എല്ലാവരും മുസ്ലിങ്ങളാണ്. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും
ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കണ്ടോ? കണ്ടോ? വെള്ളാപ്പള്ളിക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് ഇവർ നിൽക്കുന്നത് കണ്ടോ? PC ജോർജിനെതിരെ ഇവർ ഒറ്റക്കെട്ടായി നിന്നത് കണ്ടോ? പാലാ ബിഷപ്പിനെതിരെ ഇവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചത് കണ്ടോ? ആന്റണി അച്ഛനെതിരെ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നത് കണ്ടോ? ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത വിഷയത്തിൽ ഇവർ എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചത്? ഇവർക്കെതിരെ എന്തു വന്നാലും ശരി, ഇവരതിനകത്തേക്കും മതം കൊണ്ടുവരും. എന്നിട്ടാണ് ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പോ ഇവർക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വിമർശനങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ ഇവർ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഒരു ഐക്യ സംഘം രൂപീകരിച്ചു. ഇവരൊറ്റക്കെട്ടായിട്ടാണ് പ്രതികരിക്കുക. അതിനകത്ത് മുജാഹിദിനെ കണ്ടാൽ കാറിത്തുപ്പുന്ന സുന്നികൾ, സുന്നിയെ കണ്ടാൽ ഓടി ഒളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമികൾ, ഇവരെല്ലാവരും ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുവാണ്. ഹസ്തദാനം ചെയ്ത് അവർ മുസാഫഹാത്ത് കെട്ടിപ്പിടുത്തവും ഒക്കെ ചെയ്ത് എന്തൊരു സന്തോഷം! ആഹാ! കാരണം സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. എന്താ പ്രതിഷേധം? ഖുർആൻ പഠിപ്പിക്കുന്നു, ഇത്രേ ഉള്ളു കാര്യം. അത് അത്ര വലിയ കുറ്റമാണോ? അത് ആരും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണോ? അതെ, ആരും മനസ്സിലാക്കാൻ പാടില്ലാത്ത വസ്തുതകൾ അതിനകത്തുണ്ട്. അന്യമത വിരുദ്ധതകൾ നിറഞ്ഞതാണ് ആ പുസ്തകം. അന്യമതസ്ഥരോട് കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിയെടുക്കാൻ പറയുന്ന വചനങ്ങൾ അതിലുണ്ട്. അതൊരിക്കലും അമുസ്ലിങ്ങൾ കാണരുത്, അറിയരുത്, മനസ്സിലാക്കരുത് എന്നവരാഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാര്യം പിടികിട്ടിയോ? അപ്പൊ അതുകൊണ്ട് ഖുർആൻ അവരൊരു ഭാഗത്ത് നിന്ന് പഠിപ്പിക്കുമ്പോൾ, നമ്മൾ അതുപോലെ ക്രിസ്ത്യാനികൾ ഇവര് പഠിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് നിന്ന് അവരെ പ്രതിരോധിക്കാൻ നമ്മുടെ കുറച്ച് വെട്ടിക്കിളികളെ ഇറക്കി വിടണം. അവര് നമ്മളെ ഒന്ന് പൂരത്തെറി പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മളെ അനാവശ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നമ്മളെ എന്ത് ചെയ്യും? മാനസികമായിട്ട് തകർത്താൻ ശ്രമിക്കും. അതല്ലാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരങ്ങൾ ഇല്ലല്ലോ. എന്തുത്തരമാണ് ഇവര് പറയുക? നമ്മൾ പറയുന്നത് ഖുർആനും ഹദീസും വെച്ചിട്ടല്ലേ. ആ ഖുർആനും ഹദീസും വെച്ചിട്ട് മറുപടി പറയാൻ ഇവർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഏതു പണ്ടേ ഇവർക്ക് പറ്റുമായിരുന്നു. ഇപ്പൊ വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ നേതാവാണ്. നമ്മുടെ PC ജോർജ് ഒരു രാജ്യം ഭരിക്കുന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. അതല്ലാതെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കാർ പറഞ്ഞു നോക്കിക്കേ, കാണാലോ. പാലാ ബിഷപ്പ് ഒരു മത നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് അണികളുണ്ട്. അവര് നമ്മുടെ ഈ തന്ത്രം മനസ്സിലാക്കി പോകും എന്ന ഭയമാണ് ഇവർ ശക്തമായിട്ട് അവരെയൊക്കെ പ്രതിരോധിക്കാൻ കാരണം. അപ്പൊ PC ജോർജിനെ അറസ്റ്റ് ചെയ്താൽ അത് ആഘോഷിക്കും, ചെയ്തിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവര് മുറവിളി കൂട്ടും. എന്തിനാണ്? എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന മെച്ചം? അതെ, എന്താണ് ഇവരുടെ മതം പറയുന്നത് എന്ന് ആരും മനസ്സിലാക്കരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഈ ഗ്രന്ഥം അള്ളാഹു ആകാശത്ത് നിന്ന് നൂലുവഴിക്ക് ഇറക്കി തന്നതല്ലേ. അതിനകത്തുള്ള അന്യമത വിരുദ്ധതകൾ ആളുകൾ മനസ്സിലായി പോകത്തില്ലേ? അവര് ആരും ഇത് മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ഐക്യപ്പെട്ട് ഇസ്ലാമിനെ എതിർക്കുന്നവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു ഐക്യ സംഘം രൂപീകരിക്കുന്നു MM അക്ബറിന്റെ നേതൃത്വത്തിൽ. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ തന്ത്രം. എക്കാലത്തും ഈ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളെയൊക്കെ മായ്ക്കാനും മറയ്ക്കാനും, മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്യമത വിരുദ്ധതകളെ പെയിന്റ് അടിക്കാനും ഇവർ ശ്രമിച്ചിട്ടുള്ളതെല്ലാം ഇതിന്റെ പേരിലാണ്. കാരണം ആരും ഇത് മനസ്സിലാക്കരുത്. ഈ ഗ്രന്ഥം വെച്ചിട്ടാണ് മനുഷ്യൻ ഒരു കയ്യിൽ ഗ്രന്ഥവും ഒരു കയ്യിൽ ആയുധവുമേന്തി അല്ലാഹു അക്ബർ എന്ന ധ്വനികളുമായി സഹജീവിയുടെ, അയൽക്കാരനാകട്ടെ, സുഹൃത്താകട്ടെ, സഹപ്രവർത്തകനാകട്ടെ, അറിയുന്നവനോ അറിയാത്തവനോ ആകട്ടെ, അവന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ഇവർ കത്തി വീശാനുള്ള കാരണം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യമത വിരുദ്ധതകളാണ്. ചോദിക്കട്ടെ, ഈ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും പരസ്പരം നിങ്ങൾ സ്നേഹിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന ഒരു വചനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ കേരളം മുസ്ലിം ഭൂരിപക്ഷമായാലുള്ള അവസ്ഥ എന്താകും?
ഇവരുടെ കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ച് എതിർഭാഗത്തു മതം വില്ലനായി വരുമ്പോൾ, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവ വികാസങ്ങളിലെല്ലാം ഇവർ പ്രതികരിക്കാതിരിക്കാൻ കാരണം. ഇവരൊന്ന് പറയട്ടെ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയം മതമല്ല എന്നൊന്ന് പറയാമോ? മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനമനുസരിച്ചിട്ടാണ്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ, ആരെങ്കിലും വിമർശിച്ചാൽ, എതിർഭാഗങ്ങളിൽ നിന്ന് കയ്യും കാലും ഛേദിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? അത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തുള്ളൂ. അപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ ഇവർക്ക് എതിർക്കാൻ പറ്റും? പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് നടന്ന സമയത്ത് പള്ളികളിൽ ജുമുഅ കുത്തുബ നടത്തി. ഇമാമമാര് കരയ്യ, അവർ 5 നേരവും നമസ്കരിക്കുന്ന ആളുകളല്ലേ. അവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സംഘികളാണത് ചെയ്തത്. സംഘികളായതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞത്. അവർ രാജ്യസ്നേഹികളായതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ കഴിഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അഗ്നിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അതിന് സാധിച്ചത്. ഇപ്പോ മതത്തിന്റെ കാര്യം വരുമ്പോൾ ജമാഅത്താണെങ്കിലും മുജാഹിദാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും സുന്നികളാണെങ്കിലും ഇവരെല്ലാവരും ഒറ്റയാണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്ന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തെളിയിക്കുവാണ്. നോക്ക, സ്കൂളിന്റെ സമയമാറ്റം ചർച്ച ചെയ്യപ്പെട്ടു. സർക്കാരിനോട് ഏത് നിലപാടാണ് ഈ മതസംഘടനകൾ എടുത്തത് എന്ന് നോക്കാം. ഒരു മതനേതൃത്വം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ. സർക്കാരിനെതിരെ, ഒരു രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ മതനേതൃത്വം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു. എത്ര ശതമാനം മുസ്ലിങ്ങൾ സർക്കാരിന്റെ നിലപാടിനോട് യോജിച്ചു നിന്നു എന്നൊന്ന് ആലോചിച്ചു. ശരിയാണ് സർക്കാർ പറയുന്നത്, സ്കൂളിലെ സമയമാറ്റം ശരി, ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം തീരുമാനിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ അല്ല ഉള്ളത്? എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. മറ്റുള്ളവർക്കൊക്കെ അതിനെ അംഗീകരിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് പ്രശ്നം എന്നല്ല അവര് ചിന്തിച്ചത്. മുസ്ലിം ലീഗും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സർക്കാരിനെ പ്രതിരോധിക്കുകയും മതനേതൃത്വത്തോട് അനുകൂലിക്കുകയും ചെയ്തു. കേരളത്തിൽ പുരോഗമനപരമായിട്ടുള്ള എന്ത് നടപടികൾ സ്വീകരിച്ചാലും ശരി, കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുസൃതമായി എന്തു മതേതര നിലപാട് സർക്കാർ സ്വീകരിച്ചാലും ശരി, ആ തീരുമാനത്തിന് തടസ്സം നിൽക്കാൻ മുസ്ലിം സമുദായം കേരളത്തിൽ ഒന്ന് വിരലനക്കിയാൽ മതി. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നല്ലേ ഇവർ തള്ളിമറിക്കാറുള്ളത്. പക്ഷേ ഭരണത്തിലുള്ള അവരുടെ സ്വാധീനം കാണുമ്പോൾ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോട് ഇത്രയധികം സ്വാധീനം ഇവർക്ക് ചെലുത്താൻ സാധിക്കുമ്പോൾ ഇവര് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മുമ്പ് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. നോക്കട്ടെ. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചില വസ്തുതകൾ തുറന്നു പറയുന്നുണ്ട്. നോക്കട്ടെ, ഇതാണോ എന്നേ. നെറ്റ് കുറവാണ്. നെറ്റ് കുറവാണ്. ഞാൻ മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഞാനിത് കേൾപ്പിച്ചു തരാം. അല്ല, ഞാൻ എടുക്കുന്നുണ്ട്. ഈ സർക്കാർ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇവർക്കിങ്ങനെ ഇടപെടാൻ കഴിയുന്നത് ഇവര് ന്യൂനപക്ഷമായതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇവർക്ക് ആ വിഷയത്തിൽ പോലും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നത്? നമ്മൾ ഒരു വേള ചിന്തിച്ചു പോകും, ഇവർ ഭൂരിപക്ഷമാണോ? ഇവർക്ക് വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട്.
ഇവരുടെ വോട്ട് ബാങ്കിനെ നമ്മുടെ കേരളത്തിന്റെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് തൊഴുതു വണങ്ങി നട്ടെല്ല് വളച്ചു നിൽക്കേണ്ടി വരുന്നത്. നോക്കിയോ, മുള്ളൂർക്കരയുടെ ഒരു പ്രസംഗം കേട്ടില്ലേ? 1 കിലോ ശരിക്കും പറഞ്ഞാൽ അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ 5200 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും അതിനെ ഏകസ്വരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന് ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. മുസ്ലിയാരുടെ ആകെ ശമ്പളം മാസം 1000. എങ്ങനെയുണ്ട്? ഒരു മുസ്ലിയാർക്ക് 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാൻ പോലും മദ്രസകളിൽ നിന്ന് ശമ്പളം കിട്ടാതിരിക്കുന്ന സാഹചര്യമുള്ളപ്പോൾ പ്രതിമാസം 5000 രൂപ പിണറായി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മദ്രസ ഉസ്താദുമാർക്ക് ഒഴുകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മതം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പൂജാരിക്ക് കിട്ടുന്നുണ്ടോ? ഒരു ലോഹയിട്ട പുരോഹിതന് കിട്ടുന്നുണ്ടോ? സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കും. എന്താ ഭാഷ പഠിപ്പിക്കുന്നത്? ഞാനും പഠിപ്പിച്ച ആളാ. എന്താ പഠിപ്പിക്കുന്നത്? കുട്ടികളെ നമസ്കാരം, നോമ്പ്, സിക്കാത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി അറബിക് പീരീഡ്. എന്താ, വേറെ ഒരു മതത്തിനെ കുറിച്ചിട്ടും അങ്ങനെ പഠിപ്പിക്കാൻ ഒരു പീരീഡ് ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? ഇസ്ലാം മതം മാത്രം പഠിച്ചാൽ മതിയോ? മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. കേരളത്തിന്റെ ടൂറിസം എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം മലപ്പുറത്തെ സംബന്ധിക്കുന്ന വാർത്തകളാണ്. മുക്രിയാസിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുപോലെ എന്താണ് ഇവർ ഈ കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കേരളം ഇവരുടെ കോൺസെപ്റ്റില് ഒരു മുസ്ലിം രാഷ്ട്രമായി കഴിഞ്ഞു. സംസ്ഥാനമൊന്നുമല്ല, മുസ്ലിം രാജ്യമായി പരിണമിച്ചു കഴിഞ്ഞു. ഇനി ഇവർക്ക് ഒന്ന് അധികാരവും കൂടെ കിട്ടിയാൽ മതി. പിണറായി ഇരുന്നാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇവര് തന്നെ ഭരിച്ചോളും, കുഴപ്പമില്ല. കാരണം അതാണ് ഇപ്പോൾ യൂണിഫോമിറ്റിയിലാണെങ്കിലും മറ്റേതേത് വിഷയങ്ങളിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതാ സൂംബ വിവാദം തുടക്കത്തിൽ ഇവരെന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞാലും മാറ്റത്തില്ല. പിന്നീട് എന്താ പറഞ്ഞത്? ശരി, മതനേതൃത്വവുമായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം, കൂടിയാലോചിച്ചിട്ട് മാത്രം നമുക്കൊരു കാര്യം തീരുമാനിക്കാം എന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇവർ നിലപാട് മാറ്റിയില്ലേ? എന്തുകൊണ്ടാണ്? ഇവരുടെ നിലപാടുകൾ വളരെ പെട്ടെന്ന് മായുകയും മറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ, ഈ നാടിന്റെ പുരോഗതിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒരു മത നേതൃത്വത്തിന് ഇടപെടാൻ സാധിക്കുന്നത്, അവർക്ക് ഇത്രയധികം ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറ്റൊരു മതത്തിനും ഇല്ലാത്ത വിധത്തിൽ ഇസ്ലാം മത പുരോഹിതർക്കു മാത്രം ഒരു സംസ്ഥാനത്തിന്റെ സകലമാന വികസന പ്രവർത്തനങ്ങളിലും ഇടപെടാൻ സാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്കുണ്ട്. അതുകൊണ്ട് അവരെ സുഖിപ്പിച്ച് നിർത്തുന്നതിൽ എല്ലാ കാലവും മുൻപന്തിയിലാണ് നമ്മുടെ ഇടത് വലത് സർക്കാർ. ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ 5200 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും അതിനെ ഏകസ്വരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന് ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. മുസ്ലിയാരുടെ ആകെ ശമ്പളം മാസം 1500 രൂപയാണ്. പിണറായി വിജയൻ ഇരിക്കുന്ന സദസ്സിലാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഇത് തുറന്നു പറയുന്നത്. ഇത് ഇല്ലാത്തതാണെന്നോ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നോ തെളിയിക്കാൻ ഇവർക്ക് കഴിയില്ല. ഞാൻ വേറെയും തെളിവുകൾ തരാം, അടങ്ങ്. 800 രൂപയ്ക്കാണ് 1500 രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിയാർക്ക് പ്രതിമാസം 5200 രൂപ പെൻഷൻ കൊടുക്കാൻ അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവരെ പ്രചരിപ്പിച്ച പ്രചരണം. പിന്നെ
അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ പലിശയുടെ പ്രശ്നം മുന്നോട്ടിട്ടു. വാസ്തവത്തിൽ അത് ന്യായീകരിക്കാനില്ല. എന്നാൽ ഇവിടെ ധാരാളം അറബിക് അധ്യാപകന്മാരും മതപണ്ഡിതന്മാരുടെ കൈക്കകളിൽ വരുന്നവരാവരും. അവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ആ പെൻഷൻ എവിടുന്നാ കൊടുക്കുന്നത്? ഏത് ഭാഗത്തുനിന്നാ വാങ്ങിക്കുന്നത്? അതോടെ മറച്ചു വെക്കുകയും പലിശയുടെ കാരണം പറഞ്ഞ് ഇതിനെ മുടക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ അടമരങ്കരി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ. ഞങ്ങളുടെ കയ്യിൽ പങ്കെടുത്തു. സത്യത്തിൽ അപ്പോഴാണ് ഗവൺമെന്റിന്റെ ദുസ്സഹായാവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിനെ 26 മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി സപ്പോർട്ട് ചെയ്തു. പലിശയില്ലാത്ത ഒരു ഭാഗത്തിലൂടെ ഈ സർക്കാർ ഈ കടമ നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് തെക്കുവീർ ചൊല്ലിയാണ് കോഴിക്കോട്ടെ യോഗം സ്വാഗതം ചെയ്തത്. അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ടി നിലത്ത് വീണു. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അനിവാർദ്ധീകർക്ക് അല്ലാതെ വോട്ട് ചെയ്യും. അത് സഹിക്കില്ല. ശ്രീ കരീം അവർകളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയാം. പക്ഷെ എങ്ങനെ പറയാതിരിക്കരുത്? എങ്ങനെ പറയാതിരിക്കും സുഹൃത്തേത്? കാര്യത്തിന്റെ ഗൗരവമാണ്. ആദ്യം പറഞ്ഞപ്പോ മനുഷ്യർ പറഞ്ഞു, രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്ത് പോകരുത്, മാർക്സിസ്റ്റ് എന്ന പെൻഷനാണ് പറഞ്ഞു. എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് ഉള്ളൂർക്ക മുഹമ്മദ് അലി സഖാവ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണമെന്നായിരുന്നു. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. എനിക്കൊരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് പറയാം. മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത് പലതും. നമ്മൾ ഹജ്ജ് ഹൗസ് നോക്കാം. 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൗസ് ശ്രീ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ മുസ്ലിം ലീഗിന്റെ ഈ അമരം എന്തേ ചെയ്ത് 10,000 സീറ്റ് മറിച്ചു കിട്ടി പോക്കറ്റിൽ കാശുണ്ടാക്കി. പക്ഷെ സത്യത്തിൽ പേടിച്ചുപോയി. അള്ളാനെയും കുത്തുപോയി കൂട്ടൽ. അറബിന്റെ അടുത്തേക്ക് പോണ ഈ ഏർപ്പാട് ഹജ്ജ് കച്ചവടം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കരളുറപ്പുള്ള ഒരു ധൈര്യം വരും മുസ്ലിം. അതൊരു കാര്യം സത്യമാണ് കേട്ടോ. ഹജ്ജിന് ഉംറയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ട് ഇവരവിടെ നടത്തുന്ന കച്ചവടങ്ങളൊക്കെ നമ്മൾ എമ്പാടും കാണുന്നുണ്ട്. ഇവരുടെ എന്തുകൊണ്ടാണ് ഭരണകാര്യങ്ങളിൽ ഇവർ ഇടപെടുന്നത് എന്നിപ്പോ മനസ്സിലായോ? ഇതാണ് കാരണം. ഇത് നല്ല തെളിവുകൾ ഇനിയും തരാം. ഇവര് തന്നെ പറയും അതിനെ സംബന്ധിച്ച്. നമ്മൾ ആരും ഒന്നും പറയണ്ട. 1980 ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ RSS അവർ നമ്മൾ ബന്ധം മനസ്സിലായി. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. The Congress has turned out to be the B team of the BJP RSS. That is a fact. कितना परसेंट है अभी आजकल डोमिनेंट पार्टीज का? एक स्टेट में आप देखो, केरला डोमिनेंट पार्टी CPM वोट शेयर 32%. Their Muslim vote 26%. CPM vote is 32%. DMK vote share 28%. ठीक है, तेलुगु देशम vote share 32%. सब यही है. This is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം ഈ ഇന്റർഫെയ്ത്ത് അതേത് ഗ്രൂപ്പാണ് എന്നും ഫസൽ ഗഫൂർ പറയുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനാണെന്നും അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിൽക്കണം എന്നുമാണ് ഫസൽ ഗഫൂർ പറയുന്നത്. ഈ ഫസൽ ഗഫൂർ ഒരു കാലത്ത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? മതേതരൻ എന്ന കുപ്പായം ഇട്ടിട്ട്, മതേതര കുപ്പായം എടുത്തണിഞ്ഞ് ആ കുപ്പായവും ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം എന്താണ്? ഈ വർഗീയതകളും വിഭാഗീയതകളും തീവ്രവാദങ്ങളുമായിരുന്നു. അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെ വളർത്താൻ സാധിക്കും എന്നാലോചിച്ചു. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു.
പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ വളർത്തിയെടുത്തു. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് പിന്തുണയ്ക്കുന്ന SDPIക്ക് വോട്ട് ചെയ്യുന്ന രൂപത്തിലേക്കാക്കിയെടുക്കാൻ ഫസൽ ഗഫൂർ കോരിയ വെള്ളം കുറച്ചല്ല. ഒരു ഭാഗത്ത് സഖാക്കന്മാരെ വളർത്തിയെടുക്കാൻ മദ്രസകൾക്ക് വാരിക്കോരി ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും ഒക്കെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളെയും കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരു രീതി. ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇവർ മാറി മാറി പരിശ്രമിച്ചതത്രയും ഇസ്ലാം മത ഭീകരതയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. അവര് എന്താണോ ഉദ്ദേശിച്ചത് അതവര് നേടിക്കഴിഞ്ഞു. അവര് പ്രതീക്ഷിച്ചതിനേക്കാളേറെ കേരളത്തെ ഇസ്ലാം മത തീവ്രവാദ രാഷ്ട്രമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഭരണത്തിലുള്ള ഇവരുടെ സ്വാധീനം കാണുമ്പോൾ ഇവര് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതിന് നിങ്ങൾ വെള്ളാപ്പള്ളിയെ പറഞ്ഞിട്ടോ PC-യെ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നത് ആ സത്യത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം തന്നെയല്ലേ അവരീ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ കുടയ്ക്ക് കീഴിൽ എല്ലാ മുസ്ലിങ്ങളെയും കൊണ്ടുവന്ന് കെട്ടാൻ ഫസൽ ഗഫൂർ ശ്രമിച്ചതുപോലെയും എല്ലാ മൗലവിമാരെയും സഖാക്കന്മാരാക്കാൻ മുള്ളൂർക്കര ശ്രമിച്ചതുപോലെയും ഒക്കെ തന്നെയാണ് ഇവിടെ മത നേതൃത്വം എല്ലാ മുസ്ലിങ്ങളെയും എങ്ങനെയെങ്കിലും ഒന്ന് മതത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുന്ന രൂപത്തിലേക്കാക്കി എങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിവിശേഷം മുസ്ലിങ്ങളുടെ സ്വാധീനം കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ മതം കുറച്ചുകൂടി കേരളത്തിൽ ശക്തി പ്രാപിച്ചാൽ ഒരു ഇസ്ലാമിക ഭരണം വരും. സംശയം എന്താ? ഒരു മുസ്ലിം ഭരണാധികാരി വരും. അത് കഴിയുമ്പോ ഭൂരിപക്ഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ അടിമകളായി ജീവിക്കേണ്ടി വരും. നിങ്ങൾ നോക്കിയാൽ മതി, ഏത് രാജ്യത്ത് മുസ്ലിങ്ങൾ 1% എത്ര, 2% എന്ത് ഇതൊക്കെ എണ്ണി എണ്ണി ഞാൻ എത്രയോ ലൈവുകളിൽ വിവരിച്ചിട്ടുള്ളതാണ്. ഈ കേരളം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാകാതെ രക്ഷിക്കാൻ, മതേതരത്വം നിലനിർത്താൻ എന്താണ് ഒരു പരിഹാരം? മുസ്ലിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുക എന്നത് അസംഭവ്യമാണ്. മോനെ, മുസ്ലിങ്ങൾ ഒരിക്കലും മതേതരമായി ചിന്തിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അസംഭവ്യമാണ്, നടക്കില്ല. മോനെ, താത്തയോട് ഒരു ഗ്ലാസ് കാപ്പി, മോനിടൂ ഒരു ഗ്ലാസ് കാപ്പി, കുറച്ച് കാപ്പി. അപ്പോ ഒന്ന് ആലോചിച്ചാ മതി, മുസ്ലിങ്ങൾ എപ്പോഴും മതരാഷ്ട്രത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവരാണ്, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും. അപ്പോ അവരോട് മതേതരമായി നിങ്ങളെ പോലെ തന്നെയാണ് നമ്മളും എന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവരെ പുരോഗമനവാദികളാക്കുക എന്ന് പറഞ്ഞാൽ, മതേതരത്വത്തോടു കൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവരിലെ മത തീവ്രവാദികൾക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം മത തീവ്രവാദികൾ കേരളത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വതന്ത്രമായി മുസ്ലിം നേതൃത്വം ഇല്ലാതെ, മുസ്ലിം വോട്ട് ബാങ്ക് ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. ആ മതത്തിലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. വേണ്ട, പാല് വേണ്ട, നിലനിൽക്കാൻ പറ്റില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുന്നത് മുസ്ലിം ആലയത്തിൽ നിന്നാണ് എന്ന് നമ്മൾ സംശയിക്കുന്നതും ഇത്തരം നേതാക്കൾ അത് തുറന്നു പറയുമ്പോൾ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്നതും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഈ കേരളക്കരയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. മുസ്ലിങ്ങളിലെ ജനസംഖ്യ വർദ്ധിക്കുന്നു, അത് അവരുടെ ലിംഗബലവും മറ്റവരുടെ പേറിയന്ത്രങ്ങളുമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഞങ്ങളിൽ ആരും ഇല്ല, കൂടുതൽ പ്രസവിക്കുന്നവർ, എന്താ മുസ്ലിങ്ങൾ ആരെങ്കിലും വന്ന് കൊച്ചിനെ ഉണ്ടാക്കി തരണോ നിങ്ങൾക്ക്? അത് അവരുടെ കഴിവ്. കച്ചവടങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുന്നു, അത് അവരുടെ കഴിവാണെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കട്ടെ. അവര് ബിസിനസ് ചെയ്ത് അവർ വലിയ സമ്പന്നന്മാരാകുന്നു, അത് അവരുടെ കഴിവാണ്. ലവ് ജിഹാദിൽപ്പെട്ട് നമ്മുടെ കുട്ടികളെയൊക്കെ മതം മാറ്റുന്നു, അത് നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് കേടാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ മതത്തെ കുറിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഡീപ്പായിട്ടുള്ള ഒരു 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 അഭ്യാസം, ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ നമ്മൾ പറയാം. ഒരു മതത്തിൽപ്പെട്ട ആളുകൾ വീര്യം കുറഞ്ഞ മതവിശ്വാസികളാകുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മത തീവ്രവാദത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ സാധിച്ചേക്കാം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുറച്ച് ലിബറൽ ആശയക്കാരാണ്. അവരുടെ മക്കൾ മുസ്ലിങ്ങളെ കൂട്ടുകാരായിട്ട് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ മുസ്ലിം കുട്ടികൾ, അവരോട് മാതാപിതാക്കൾ നിർദ്ദേശിക്കും, ആരാവണം നിന്റെ കൂട്ടുകാർ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇൻകമിങ് ഓക്കെയാണ്, ഔട്ട് ഗോയിങ് നമ്മൾ സമ്മതിക്കില്ല. ഇനിയും ജനപ്പെരുപ്പത്തിന്റെ തോത്, മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, അത് കുറയ്ക്കാനൊന്നും ആർക്കും കഴിയില്ല കേട്ടോ. ഇനിയും കാരണം അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കുവാണ്. അതവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവരതിന് ശ്രമിക്കുന്നത്. നമുക്ക് വോട്ട് ബാങ്ക് വേണം. അഭയാർത്ഥികളെ വരെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് ഭൂരിപക്ഷ മതം. അപ്പോ മറ്റുള്ളവരും എന്ത് ചെയ്യണം? അവര് കുട്ടികളെ ഉണ്ടാക്കട്ടെ. മറ്റുള്ളവര് അവരുടെ ജനസംഖ്യ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരും ശ്രമിക്കണ്ടേ? അത് അവരുടെ കാര്യമല്ലേ. അല്ലാതെ നിങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കാൻ മുസ്ലിം പയ്യന്മാർക്ക് പറ്റുമോ? നിങ്ങളത് ചെയ്യാതിരുന്നിട്ട് ചെയ്യുന്നവരെ നോക്കി നോക്കി നിങ്ങൾ വിലപിച്ചിട്ട് എന്താ കാര്യം? ഓ, രക്ഷയില്ല. അപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ചെറുതല്ല, വളരെ വലിയ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഗഹനീയമായിട്ടൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോയത്. മതം ഒരു നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, ഒരു സമൂഹത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നത്, മറ്റു മതവിശ്വാസികൾക്ക് സ്വാധീനമുണ്ടാക്കാത്ത വിധം അവരെ അടിമകളാക്കും വിധം പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നിവിടെയുണ്ട്. സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പുരോഗതിക്കും വളർച്ചയ്ക്കും അത് തടസ്സമാണ്, സംശയമില്ല. കമ്മികളും കൊങ്ങികളും എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത്, അതിന്റെ നേരെ വിപരീതമായ കാര്യമാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കണമെന്നല്ല പറയുന്നത്, മതതീവ്രവാദത്തെ എതിർക്കേണ്ടത്. ഒരു നാട് സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി പുരോഗതിയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമത ചിന്താഗതികൾ പേറുന്ന മതനേതൃത്വത്തിന്റെ ഉപദേശം കൂടി വേണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. ഇത് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ വർഗീയതയാണ് എന്ന് തോന്നിയേക്കാം, ഇത് രാഷ്ട്രീയമാണ് എന്ന് തോന്നിയേക്കാം. എനിക്ക് രാഷ്ട്രീയം അറിയില്ല, ഇതൊരു വസ്തുതയാണ്. പുരോഗമനമായിട്ടുള്ള ആശയങ്ങൾ, പുരോഗതി, വളർച്ച എല്ലാ മതത്തിലും വേണം. ഇസ്ലാം എന്ന മതത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും അവിടെ പിന്നീട് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. മുസ്ലിം ആധിപത്യം നേടിയ രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കിടയിൽ ഉള്ളപ്പോൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് വീണ്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കുക. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു, അത് നോക്കി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളെ വിളിക്ക്,
മക്കളെ ഉണ്ടാക്കുന്ന യന്ത്രം അവരുടെ കയ്യിലുണ്ട്. അവരതെടുത്ത് നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കി തരും. നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനും വയ്യ, പുരുഷന്മാർക്ക് കുട്ടികളെ ഉണ്ടാക്കാനും വയ്യ, എന്നിട്ട് മറ്റവരുണ്ടാക്കുന്നേന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? ചില ആളുകളുണ്ട്, അയ്യോ എനിക്ക് സമ്പത്തൊന്നും ഇല്ലേ, അവനിതാ വാരി കൂട്ടുന്നുണ്ട് എന്ന് പറയും. അവക്ക് ശരിക്കുണ്ട്, അവള് വാരി കൂട്ടിക്കൊണ്ടിരിക്കുവാണെന്ന്. അതെന്താ? അവരധ്വാനിച്ചുണ്ടാക്കുന്നു, അവര് കഷ്ടപ്പെടുന്നു അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു. 10 വയസ്സുകാരിയായ മകള്, എങ്ങനെയാ പറ്റുന്നത് എന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാൻ പിതാവുള്ള വ്യക്തിയായിരുന്നു. എനിക്ക് 6 ആങ്ങളമാരുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് വളർന്നത്. നമ്മളെ ഒന്ന് മോശമായിട്ടൊന്ന് നോക്കാൻ പോലും നമ്മുടെ ആങ്ങളമാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ അവരും വേറെ ആരോടെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് പരിചയവുമില്ല, നമ്മൾ കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല. നാരങ്ങ മധുരം ഇട്ടോ? ഒത്തിരി ഇട്ടോ? ഓക്കെ. 10 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന പിതാവ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവരുടെയൊക്കെ ഇത്തരം വാർത്തകൾ ചെയ്യാൻ തന്നെ. അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി. തഹസിൽദാർക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം ജില്ലയിലാണ് സംഭവം. ചൈൽഡ് ലൈൻ പ്രവർത്തകരോടാണ് കുട്ടി പരാതി പറഞ്ഞത്. കുട്ടിയെ ശിശു സംരക്ഷണ സമിതി ഏറ്റെടുത്തു. അച്ഛൻ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതായി രണ്ടാനമ്മ പറഞ്ഞു. അപ്പോഴാണ് മോള് പറഞ്ഞത്, വാപ്പാച്ചി അടുത്ത് കിടക്കുമ്പോഴാണ് എനിക്കിങ്ങനെ കിടന്നെടുക്കുന്നത് വരുന്നത്. എനിക്ക് വാപ്പച്ചി അടുത്ത് കിടക്കുമ്പോഴാണ് കിടന്ന് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി എനിക്ക് ഉണ്ടാകുന്നത്. വാപ്പച്ചി ഇഷ്ടമല്ല വാപ്പച്ചി എൻ്റെ അടുത്ത് കിടക്കുന്നത്. ഇത് പറഞ്ഞിട്ട് എന്ത് വാപ്പച്ചി കേൾക്കാത്തത് ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് കൊച്ചെൻ്റെ എപ്പോഴാണ് മോള് പറഞ്ഞത്, വാപ്പാച്ചി അടുത്ത് കിടക്കുമ്പോഴാണ് എനിക്കിങ്ങനെ കിടന്നെടുക്കുന്നത് വരുന്നത്. എനിക്ക് ഇഷ്ടമല്ല വാപ്പച്ചി എൻ്റെ അടുത്ത് കിടക്കുന്നത്. ഇത് പറഞ്ഞിട്ട് എന്ത് വാപ്പച്ചി കേൾക്കാത്തത് ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് കൊച്ചെൻ്റെ അടുത്ത് നിന്ന് കാര്യം, എനിക്ക് ഇഷ്ടമല്ല വാപ്പച്ചി എൻ്റെ അടുത്ത് കിടക്കണ്ട പറഞ്ഞാലും വാപ്പച്ചി കേൾക്കൂല. പിന്നെ ഇപ്പൊ കൊച്ചു തന്നെ പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് ഉറങ്ങണം, ഉമ്മച്ചി എനിക്ക് പേടിയാണ് വാപ്പച്ചിയുടെ അടുത്ത് കിടക്കാൻ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആരെടുത്ത് പറഞ്ഞിട്ടും ഒരു കഥയില്ല. കാരണം അവരുടെ സഹോദരങ്ങളെല്ലാം അവരുടെ സൈഡ്. മോളുടെ തന്നെ ഞാൻ പറഞ്ഞു, മോളെ രക്ഷിക്ക്, ഒരു കാര്യം ചെയ്യാം. ഒരുപാട് പാൻറ്റീസ് ഒക്കെ ഞാൻ ഇടിയിച്ച് 10ഉം 12ഉം പാൻറ്റീസ് ഇടിയിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് മോളെ. എന്നിട്ടും മോൾക്ക് പേടിയാണ്. മോള് രാത്രി ഉറക്കത്തിൽ ചാടി എണീച്ചിരുന്നിട്ട് മച്ചീന്നിരുന്ന് വിളിക്കും. ഞാൻ പറയും, മോളെ കുഴപ്പമില്ല, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പം പിന്നെ അവൻ കിടക്കും. അങ്ങനെ ഒരു ഭീതിജനകമായ രാത്രികളായിരുന്നു അത്. ടീച്ചറുടെ അടുത്ത് പറഞ്ഞെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു ദിവസം വിളിച്ചിട്ട് മോളെ സ്കൂളിൽ രാവിലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ മാത്രമേ എനിക്ക് അറിയാവൂ ഇന്നതാണ് കാര്യമെന്ന്. അതും അറിയില്ല. ചെന്നപ്പോഴാണ് പറഞ്ഞത്, ടീച്ചർ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിച്ചു. ഭയങ്കര വിഷമമായിട്ടാണ് ഇരിക്കുന്നത്, അത് കരയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് കാര്യം ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത്, എനിക്ക് വാപ്പായിൽ നിന്ന് ഇങ്ങനെ ഒരു മോശമായതുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞു, കൗൺസിലറെ ഒന്ന് കാണണം. കൂടുതൽ വിവരങ്ങളുമായി സജിത് കുമാർ ചേരുകയാണ്. അജിത്ത്, എന്താണ് ഈ രണ്ടാം അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചൈൽഡ് ലൈനോട് വ്യക്തമാക്കി? 9 വയസ്സുള്ള കുട്ടി, സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടി, 2 ആഴ്ച മുമ്പ് ക്ലാസ്സിൽ ഇരുന്ന് കരയുന്നത് കണ്ട് അധ്യാപകർ ചോദിച്ചപ്പോഴാണ് അച്ഛനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകുന്നു എന്ന് ടീച്ചർമാരോട് പറഞ്ഞത്. തുടർന്ന് സ്കൂളിൽ തന്നെ കൗൺസിലർ വന്ന് കുട്ടിയോട് വിശദമായി സംസാരിച്ചു. അതിനുശേഷമാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തിയത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് കഴിഞ്ഞ കുറെ നാളുകളായി അച്ഛനിൽ നിന്ന് മോശം അനുഭവം കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഈ കുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചുപോയതാണ്. വീണ്ടും രണ്ടാനമ്മയാണ് ഇപ്പോൾ ഉള്ളത്. ഈ രണ്ടാനമ്മയോടും പരാതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇപ്പോൾ കുട്ടി ചൈൽഡ് ലൈൻ ശിശു സംരക്ഷണ സമിതിയുടെ സുരക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് അവരെ മാറ്റിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ രണ്ടാനമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഡെപ്യൂട്ടി തഹസീൽദാർക്കെതിരെ പോക്സോ കേസ് എടുത്തെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ബാക്കി നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പോലീസ് കേസ് എടുക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഇതേ വിഷയവുമായിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട്. പോലീസ് കേസെടുക്കാൻ തയ്യാറാകും. ഒരു മരണം സംഭവിക്കണം, അപ്പോൾ മാത്രമേ അയ്യോ അങ്ങനെ ആയിപ്പോയല്ലേ, അതിന് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കുഴപ്പമാണ്. മുമ്പ് പെരിന്തൽമണ്ണയില് സ്വന്തം പിതാവിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു മകൾ പരാതിയുമായി, അതും ഇതുപോലെ തന്നെ സ്കൂൾ അധ്യാപകരോടാണ് കുട്ടി തുറന്നു പറഞ്ഞത്. അങ്ങനെ വലിയ രൂപത്തിൽ വിഷയമായി. അപ്പോ ഈ തന്തയോട് ഒരാള് ചോദിച്ചു, എന്തിനാ ഇത് ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടിയല്ലേ? അതെ, അവിടെ നിൽക്കുന്നേ. ഞാൻ എൻ്റെ പറമ്പിൽ ഒരു വാഴ വെച്ചാൽ
ആ വാഴയിൽ ഒരു വാഴക്കൊല വന്നാൽ അത് നീ തിന്നണോ ഞാൻ തിന്നണോ? അദ്ദേഹം ചോദിച്ചതാ. എന്തുകൊണ്ടാണെന്നറിയാമോ? മദ്രസ പരിജ്ഞാനമേ ഇവർക്കുള്ളൂ. മദ്രസകളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനമനുസരിച്ച് ഇവരിങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മദ്രസകളിൽ ഇവരെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ആ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ അറിവും കഴിവും മികവും ഒന്ന് വേറെ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവര് ഉമ്മുമ്മായെയും ഉമ്മായെയും മകളെയും ഒക്കെ നാളെ നിങ്ങൾക്ക് കിട്ടും. എന്തിന്? ലൈംഗിക ബന്ധത്തിന് എന്നാണ് മദ്രസകളിലൂടെ തന്നെ ഈ മതപുരോഹിതന്മാര് പഠിപ്പിക്കുന്നതെങ്കിൽ സ്വന്തം കുഞ്ഞിനെ മര്യാദയ്ക്ക് ഉറക്കാൻ ഇവര് വിടുമെന്ന് ചിന്തിക്കരുത്. 12 പാൻറ്റീസ് വരെ കുട്ടിക്ക് ഇട്ടുകൊടുത്തിട്ട് കുഞ്ഞ് കരയുമ്പോ മോളെ ഞാനിവിടെ ഉണ്ട്, രാത്രി കുഞ്ഞുങ്ങൾ ഞെട്ടി എഴുന്നേറ്റ് കരയുന്നു, 9.5 വയസ്സുള്ള കുട്ടി. അപ്പൊ മക്കളെ കിടന്നോ, ഞാനിവിടെ ഉണ്ട് എന്നൊരു ഉമ്മ, അതും രണ്ടാനുമ്മ വേദനയോടുകൂടി പറയേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അഷാർ അവിടെ നിൽക്കടാ, എന്നാ മദ്രസയെ പഠിപ്പിക്കുന്നതാണ് ഈ പഠിപ്പിക്കുന്നത്. കേട്ടോ? വയസ്തമിറു, ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അന്നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂ, നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. പോരെ? ഇനി വേണോ? ഇവന്മാരിതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് ചിന്തിക്കുക? തീർന്നില്ല കേട്ടോ. ഇവിടെ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പാപമല്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോ ദൃശ്യം ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ഒരാൾ വന്ന് വലിയ ഗജകേസരിയായിട്ട് ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്. അല്ല ഉസ്താദേ, നിങ്ങൾ തന്നെ അത് കേട്ടോ. ഉത്തരല്ല. അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാല് ആരിഫ് പറഞ്ഞതാണ് ശരി എന്നതാണ്. ഉസ്താദെ, ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട് ആരിഫിന്റെ. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാൻ കാരണം എന്താണ്? അബുദാബിന്ന്, ഖത്തറിന്ന്, കുവൈറ്റിന്ന്, മസ്കറ്റിൽ നിന്ന് ഓരോരുത്തരും വിളിക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഷിർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഉസ്താദിന് പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ്, അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? എന്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞില്ല, ആ ഉത്തരം ഉസ്താദ് പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നു. എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, ശരിക്കറിയില്ല, മനോരമായി പഠിച്ചിട്ടില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് വേണം അതിന്റെ അറിവ്. ഇപ്പൊ ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ്. ഉമ്മയെ വ്യഭിചരിക്കലാണോ ഷിർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം? ഈ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ചെയ്യാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ഈ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. വല്ലതും മനസ്സിലായോ?
ആരിഫ് പറയുന്നു ഉമ്മയെ വ്യഭിചരിക്കുന്നതല്ല തെറ്റ്, ഷിർക്ക് ചെയ്യുന്നതാണ് തെറ്റെന്ന്. ഉസ്താദേ അതിനൊരു മറുപടി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിക്കേ. നല്ല അടിയാ കിട്ടുന്നത് ആളിന്. ഒന്നും കൂടി കേട്ടോ. അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാല് ആരിഫ് പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ്. ഉസ്താദേ ആരിഫ് പറഞ്ഞത് ഉമ്മയെ വ്യഭിചരിക്കുന്നത് അല്ല തെറ്റ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കലാണ് തെറ്റ് എന്നാ. ഇപ്പൊ ഉസ്താദും പറയണത് അത് തന്നെയാണ്. ഇപ്പൊ ഈ ചോദിച്ച ആളുണ്ടല്ലോ ആരിഫിന് നല്ല രൂപത്തിൽ ഇപ്പൊ ഉസ്താദ് മറുപടി കൊടുക്കും. ഉമ്മയെ വ്യഭിചരിക്കുന്നതാണ് മതപരമായിട്ട് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഇങ്ങേര് പറയുമെന്നാണ് ഈ പോയി ചോദിച്ച കിഴങ്ങൻ വിചാരിച്ചത്. ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട് ആരിഫിന്റെ. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാൻ കാരണം എന്താണ്, അബുദാബിന്ന്, ഖത്തറിന്ന്, കുവൈറ്റിന്ന്, മസ്കറ്റിൽ നിന്ന് ഓരോരുത്തരും വിളിക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഷിർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഉസ്താദിന് പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ്, അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്, എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞുതരാം, ആ ഉത്തരം ഉസ്താദ് പറഞ്ഞുതരാം എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, ശരിക്കറിയില്ല, മനോരമായി പഠിച്ചിട്ടില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് വേണം അതിന്റെ അറിവ്. ഇപ്പൊ ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ്. ഉമ്മയെ വ്യഭിചരിക്കലാണോ ഷിർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം? ഈ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ശരിയാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ഈ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഇതിൽ വ്യത്യാസം. എന്താണ് അതല്ലേ പറയാം, ഇതിന്റെ സമയം വേണ്ടിയത്. ഉടനെ അയാൾ പറഞ്ഞു നിർത്തിക്കോ വീഡിയോ, കാരണം നമ്മൾ പ്രതീക്ഷിച്ച സാധനം ഇങ്ങ് വന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട്, ഇതാരും ലീക്കാക്കിയതാ, ഇവര് പുറത്ത് വിട്ട വീഡിയോ അല്ല. ഉമ്മയെ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന്. എന്ത് കിഴങ്ങിലെ മതമാണിത് എന്ന് ആലോചിച്ച് നോക്കി. ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുഞ്ഞിനെ തെറ്റ് ചെയ്താല്, സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചാല് ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് പ്രായശ്ചിത്തം ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്തെങ്കിലും സക്കാത്തോ ദാനധർമ്മമോ ചെയ്താൽ മതി, ആ പാപം അങ്ങ് നോക്കിക്കോളും. ഇതാണ് ഇവരുടെ വിശ്വാസം. നമ്മൾ പറയുമ്പോൾ നമ്മുടെ തലയിൽ കയറിട്ടൊന്നും കാര്യമില്ല കേട്ടോ, ഇതാണ് സത്യം. മറ്റേ അഷാർ അവന് മതിയായി കാണുമല്ലോ അല്ലെ, മതിയോടാ അതെ, എവിടെ പറഞ്ഞു എന്നൊക്കെയാണ് ഇതുവരെ അവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവന് നാക്കില്ല, അവനെ പറഞ്ഞു വിട്ടോ. ഇവൻ എവിടെ കൊണ്ടാടാ കേൾക്കുന്നത് നീ അഷാറെ? ഉമ്മയെ വ്യഭിചരിക്കൽ തെറ്റല്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലാണ് തെറ്റ്. അതാണ് ഉസ്താദ് പറഞ്ഞത്. ആദ്യം നീ ഒരു കാര്യം ചെയ്, നിന്റെ ലിംഗം ഒന്ന് മാറ്റി വെച്ചിട്ട് തലച്ചോറ് ഉപയോഗിച്ചിട്ടൊന്ന് കേൾക്ക്, ചെവി കൊണ്ട് കേൾക്ക്. എന്താണ് ഉസ്താദ് പറഞ്ഞത്? മതപരമായി അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മതപരമായി ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ വ്യഭിചരിക്കൽ തെറ്റല്ല. എന്താ തെറ്റ്? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കലാണ് തെറ്റെന്ന്. നിക്കടാ, ഒന്നും കൂടെ നിനക്ക് കേൾപ്പിച്ചാ പോരെ? നിക്ക് അവിടെ നിക്ക്, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്നും കൂടെ കേൾപ്പിക്കാം. ഞാൻ അങ്ങനെ കേൾപ്പിക്കാറില്ല, നിനക്ക് വേണ്ടിയിട്ട് മാത്രം. നിക്കടാ, കേൾപ്പിച്ചു തരാം, കേൾക്ക്. ഉമ്മയെ വ്യഭിചരിക്കുന്നത് തെറ്റല്ല. ഉത്തരല്ല. അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാല് ആരിഫ് പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ്. ഉസ്താദെ ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട് ആരിഫിന്റെ. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാൻ കാരണം എന്താണ്, അബുദാബിന്ന്, ഖത്തറിന്ന്, കുവൈറ്റിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന് ഓരോരുത്തരും വിളിക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഷിർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഉസ്താദിന് പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ്, അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്, എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞുതരാം, ആ ഉത്തരം ഉസ്താദ് പറഞ്ഞുതരാം എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, ശരിക്കറിയില്ല, മനോരമായി പഠിച്ചിട്ടില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് വേണം അതിന്റെ അറിവ്. ഇപ്പൊ ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ്. ഉമ്മയെ വ്യഭിചരിക്കലാണോ ഷിർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം? ഈ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ശരിയാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ഈ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഇതിൽ വ്യത്യാസം. എന്താണ് അതല്ലേ പറയാം, ഇതിന്റെ സമയം വേണ്ടിയത്. കേട്ടോ, മതിയോ?
ദീനു മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അത് പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദീനു മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ തെറ്റ്. അതൊക്കെ മാറ്റിവെക്ക്. അഷാർ, നീ ഒന്ന് പറയണം. ഉമ്മയെ വ്യഭിചരിക്കലാണോ തെറ്റ്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നതാണോ തെറ്റ്? നീ പറയടാ, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, നീ പറ. ഇതിനകത്ത് നിൽക്കുന്ന, ലൈവിൽ നിൽക്കുന്ന ഇത്രയും ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നിനക്കൊഴികെ. നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, നീ അത് മനസ്സിലാക്കുന്നില്ല. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണോ തെറ്റ്? സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ്? നിന്റെ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയടാ നീ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള സകലമാന ബിംബങ്ങളെയും വിളിച്ച് ആരാധിച്ചാലും ശരി, മാതാവിന്റെ ശരീരത്തിൽ മോശമായ അർത്ഥത്തിൽ തൊടുന്നത് പോലും അവന്റെ കഴുത്തെടുക്കാനുള്ള തെറ്റാണ്. അവനെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള തെറ്റാണ്. മാതാവിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പോലും അവന്റെ ജീവൻ എടുക്കാനുള്ള തെറ്റാണ്. എന്റെ വ്യക്തിപരമായ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. നീ ഒന്ന് പറയടാ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാലും, അയ്യപ്പനെ വിളിച്ചാലും, യേശുവിനെ വിളിച്ചാലും, ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ശരി, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ തെറ്റ് മാതാവിനെ വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. ചെയ്യുന്നത് രണ്ടാമത്, ചിന്തിക്കുന്നത് തെറ്റാണ് കേട്ടോ. നിന്നെ ഒന്നും സംബന്ധിച്ചിടത്തോളം ഉമ്മയെ വ്യഭിചരിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല നിനക്ക്. കാരണം നിന്റെ മതം ഇതാണ് പഠിപ്പിക്കുന്നത്. മറ്റവൻ പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ നിന്റെ സഹോദരി ഹറാമാണ്, നിനക്ക് പരലോകത്ത് സഹോദരിയെ അവിടെ നിനക്ക് കളിക്കാൻ തരുമെന്ന്. നിനക്ക് ലൈംഗിക ബന്ധത്തിൽ സഹോദരിയുമായിട്ട് ഏർപ്പെടാൻ കഴിയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ നീ വിവാഹം കഴിച്ചു, അവളെ നീ തൊട്ടിട്ടില്ല, എന്നാൽ അവൾക്ക് ആദ്യത്തെ കെട്ടിലുണ്ടായ മോളെ വേണമെങ്കിൽ അവളെയും നിനക്ക് കെട്ടാമെന്ന് പറയുന്നുണ്ട് ഖുർആൻ. അപ്പൊ ആദ്യം നമ്മളോട് സംവദിക്കാൻ വരുമ്പോൾ ഖുർആനും ഹദീസും ഒക്കെ എന്താണ് എന്നൊന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ലിംഗമരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കും ഞങ്ങൾ കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ വീടുകളിലാണ് നടക്കുക. നിന്റെയൊക്കെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. വാപ്പച്ചി വൃത്തികെട്ടവനാണ്, വാപ്പച്ചി ചീത്തയാണ്, വാപ്പച്ചി കൂടെ കിടക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കുന്നു, രാത്രി മൂത്രമൊഴിക്കുന്ന സ്വഭാവം വരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഒരു മകള് പറഞ്ഞ് കരയുന്നത്? 9.5 വയസ്സുള്ള ഒരു മകള് പറഞ്ഞ് കരഞ്ഞതാ ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കുഞ്ഞുങ്ങളെ ഉറക്കാൻ വിടാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കുഞ്ഞുങ്ങളാണ് എന്ന് കാണാൻ പറ്റാത്ത ഈ നരാധമന്മാരായിട്ടുള്ള ലൈംഗിക രോഗികൾ, ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ വിഭാഗത്തിന്റെ ലിംഗം മുഴുവനും ഛേദിക്കേണ്ടുന്ന നിയമമാണ് ഈ രാജ്യത്ത് വേണ്ടത്. കുട്ടികളെ അനാവശ്യമായ രൂപത്തിൽ നോക്കുകയോ പിടിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്ന് സ്പർശിക്കുകയോ എങ്കിലും ചെയ്താൽ, സ്പർശിച്ചാൽ കൈയെടുക്കണം, മോശമായി നോക്കിയാൽ കണ്ണെടുക്കണം. ആ രൂപത്തിലുള്ള നിയമമാണ് ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇവര് ഭൂരിപക്ഷമാകുക കൂടി ചെയ്താൽ പറയാനുണ്ടോ? ഒരിക്കല് ഇപ്പൊ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പാകിസ്ഥാനി ലണ്ടനിൽ പോയി പഠിക്കാൻ, വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് പോയതാ. 14-കാരിയെ കണ്ടുകയറി പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് കൊച്ചു കിടന്ന് നിലവിളിച്ചു. പോലീസുകാരെല്ലാം കൂടി വന്നു, വട്ടം കൂട്ടി ഉസ്താദിനെ പിടിച്ചു. ഉസ്താദ അല്ല, ഒരു സിറിയക്കാരൻ പാകിസ്ഥാനി, അവനെ പിടിച്ചു. അത് ചോദിച്ചു, എന്ത് പറ്റി? ഇത് എന്റെ രാജ്യത്ത് നിയമാനുസൃതമാണ്, നിന്റെ രാജ്യമല്ലടാ ഇത്. ഇവിടെ ഇത് നിയമവിരുദ്ധമാണ്. ഇവിടെ ഇങ്ങനെ ചെയ്താലേ ലിംഗം വെട്ടാനാണ് നിയമം. ഉടനെ അവൻ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. രക്ഷയില്ല മോനെ, നിയമം ഇത് വേറെ. പൊതുനിരത്തിൽ പോയി ആ രാജ്യത്തൊക്കെ പോയി നമസ്കരിച്ച് നോക്കിക്കേ, കാണാമല്ലോ പൂരം. മുമ്പൊക്കെ ഇവർക്ക് ഇതൊക്കെ പറ്റുമായിരുന്നു. ഇപ്പം ശക്തമായ രൂപത്തിൽ ഇവരെ പ്രതിരോധിക്കാൻ ആ രാജ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇവരെ ഇങ്ങനെ ഇനിയും കയറൂരി വിട്ടാൽ നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമസ്കരിക്കുമ്പോഴേക്ക് ട്രെയിൻ എടുത്ത് പോകുന്നതും ഇവർ പിന്നാലെ ഓടുന്നതും. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇവര് ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തിയിട്ടാണ് ഇവര് മുസല്ലയിട്ട് നമസ്കരിക്കുന്നത്. അതാരാ? ചെറിയ കുട്ടികളൊക്കെ. വലിയ രൂപത്തിൽ തടസ്സമുണ്ടാകുമ്പോഴേക്ക് സെക്യൂരിറ്റി പോലീസുകാർ വന്നിട്ട് ഇവന്റെയൊക്കെ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുപോകുക. എവിടെ പോയാലും ഇപ്പൊ ഫ്ലൈറ്റിനകത്ത് നമസ്കരിക്കുക, എയർപോർട്ടുകളിൽ നമസ്കരിക്കുക, അവർക്ക് നമസ്കരിക്കാൻ മുട്ടി നിൽക്കുക.
ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കുനിയുമ്പോ കീഴ്വായും പോകുന്നുണ്ടാകും, പ്രശ്നമില്ല. ഇങ്ങനെയുള്ള രീതികളൊന്നും ഇനിയും മറ്റു രാജ്യങ്ങളിലൊന്നും പറ്റില്ല. എന്തെന്നറിയാമോ? അവര് ഇവരെ കുറിച്ച് ശരിക്കും പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇവരെ ഇനിയും നമ്മുടെ രാജ്യത്ത് കയറൂരി വിട്ടാൽ നമ്മൾ അഭയാർത്ഥികളാകുമെന്ന് ലിബിയയും സിറിയയും ഒക്കെ ഇവരെ പഠിപ്പിച്ചു. ലെബനൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ മുമ്പ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. ആ രാഷ്ട്രങ്ങളൊക്കെ കുറച്ചൊരു മനസാക്ഷി കാണിച്ചതിന്റെ പേരിൽ, കുറച്ച് ഇവരോട് ദയ കാണിച്ചതിന്റെ പേരിൽ അവർക്ക് അവരുടെ രാജ്യം തന്നെ നഷ്ടപ്പെടുകയും അവരുടെ ആധിപത്യം നഷ്ടപ്പെടുകയും ചെയ്ത അവർ അവിടെ അഭയാർത്ഥികളായി മാറിയ സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് വെളിവ് വന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്ന് അവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഖുർആനുകൾ തെരുവിൽ നിന്ന് കത്തുന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഖുർആൻ തെരുവിൽ കിടന്ന് കത്തുന്നത്? എന്തുകൊണ്ടാ? പോട്ടെ, ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാന്റെ അവസ്ഥ എന്താ? ഖുർആൻ തെരുവില് കൂട്ടിയിട്ട് ആളുകൾ കത്തിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ ആയുധവും ഏന്തി ഇവര് പോയി അവരുടെ തലയെ കയറാൻ കൊടുത്തു. എവിടെയും ഇത് തന്നെയാ ചെയ്തിട്ടുള്ളത്. പൂണൂൽധാരികളായിട്ടുള്ള മനുഷ്യൻ മാത്രം ജീവിക്കുന്ന കേരളത്തിലെ ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു കഥയല്ലേ മമ്മൂട്ടിയുടെ പുഴു എന്ന് പറയുന്ന സിനിമ, അല്ലെ? തീവ്രവാദികളെയൊക്കെ മേക്കപ്പ് ഇട്ട് അവരെയൊക്കെ നിഷ്കളങ്കരായും നിരപരാധികളായും ഇരകളായും ഒക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യം കേരളത്തിൽ പുതിയതാ. അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി 34 കോടി പിരിക്കാനിറങ്ങി, 100 കോടി പിരിച്ചു, 60 അവര് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി, അവിടുത്തെ നിയമം അനുസരിച്ച് മര്യാദയ്ക്ക് ഒതുങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ ബാലൻസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തിയിട്ട് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ഇവർ ശ്രമിക്കുമെന്ന്? ഇല്ല. കാന്തപുരത്തിനൊക്കെ കിണ്ടി എടുത്ത് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ എടുത്ത് പുറത്തിട്ട് കണ്ടില്ലേ? ആരാണെന്നാ ചോദിച്ചത്? അയാൾക്കുമായിട്ടത് ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരു ബന്ധമില്ല, ആർക്കുമായിട്ടെന്നാ പറഞ്ഞു. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പാറ്റന്റ് ഇവർക്ക് വേണം. അപ്പോ ഇപ്പോ ഇത് സിനിമയുടെ കാലഘട്ടമാണ്. സിനിമ, പാട്ട്, ഡാൻസ്, എഴുത്തുകൾ, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസിങ്, ഇതിലൂടെയൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. അതുകൊണ്ട് ഇവരൊരു കാര്യം തീരുമാനിച്ചു, നമുക്കതങ്ങ് എടുക്കാം. അങ്ങനെയാണ് ഇവര് ആ മേഖല എടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായോ? മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞു, ഓലമേഞ്ഞ തിയേറ്ററുകൾ നിന്ന് കത്തുന്ന ഒരു സാഹചര്യം മലപ്പുറത്തുണ്ടായിരുന്നു ഒരു കാലത്ത്. ആരും അന്നതത്ര കാര്യമാക്കിയില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമാണ്. സിനിമാ തിയേറ്ററുകളെ ഇല്ലാതാക്കുക, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് സിനിമാ കോട്ടയോ, അന്ന് അങ്ങനെയാണല്ലോ പറയാ, സിനിമാ പെര, സിനിമാ കോട്ട എന്നൊക്കെയാ പറയാ. ഇപ്പോ പുഴു എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയെ വെച്ചിട്ട് എടുക്കും. മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ആരാ? ജോർജ്. ഇതൊക്കെ ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ മാത്രം പറഞ്ഞതല്ല, ഞാൻ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾക്കും കാര്യം മനസ്സിലായി. അവരും ഇതേപോലെ തന്നെ ചിന്തിക്കാൻ സജ്ജരാകുന്നു. ചിന്തിപ്പിക്കാൻ മുസ്ലിങ്ങൾ ഇറങ്ങി തിരിച്ചതുകൊണ്ട് സിനിമയില് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വെറുക്കാൻ പഠിച്ചവരാണല്ലോ, പഠിപ്പിച്ചവരാണല്ലോ. ആരോടാ ഇവരുടെ കരുണ? ബുദ്ധി വെച്ചിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സ്വന്തം വിഭാഗത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും വന്നാൽ ഇവർക്ക് കരുണ കവിഞ്ഞൊഴുകുന്നത് കാണാം. പിന്നെ ഇവര് ചിന്തിക്കുന്നതും ഇവര് പ്രവർത്തിക്കുന്നതും ഒക്കെ എന്താണ് എന്നൊന്ന് ചോദിച്ചാൽ മതി, മനസ്സിലാവും. ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ പറയാൻ ഇതിനെ സംബന്ധിച്ച്. സിനിമയില് ആ വിഭാഗത്തിൽപ്പെട്ടവര് വെറുക്കാൻ മാത്രം പഠിച്ചവരാണ്.
ആരോടും കരുണയില്ലാത്ത വിഭാഗമാണ്. ബുദ്ധിയാണ് വലുത്, ശക്തിയിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. വറുത്ത കോഴിയിറച്ചി തിന്നുന്നവരോടും അത് ഡെലിവറി ചെയ്യുന്നവരോടും അവജ്ഞയുള്ളവരാണ്. കാർ പാർക്കിങ്ങിൽ കിടക്കുന്ന പട്ടിയെ സെക്യൂരിറ്റിക്കാരൻ ഓടിക്കാൻ ഒരു നിമിഷം വൈകിയാല് കാറ് കയറ്റി കൊല്ലാൻ മടിയില്ലാത്ത വിഭാഗം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മനുഷ്യരാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമുദായത്തിന്റെ കഥയാണ് സിനിമയുടെ പ്രമേയം. പുഴു. ആ ചിത്രത്തില് ഒരു നല്ല മനുഷ്യൻ ഒരു സമുദായ അംഗമായിട്ടുണ്ട്. അയാളെ കുറിച്ച് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹം സാമ്പ്രദായികമായിട്ടുള്ള ആളൊന്നുമല്ല, അങ്ങനത്തെ ഒരു കസ്റ്റം ഒന്നും പിന്തുടരുന്ന ആളല്ല എന്നാണ്. നിൽക്കട്ടെ, ഇവര് ആരാണ് സിനിമ എടുത്തതെന്ന് നോക്കിക്കേ. എന്താണ് ഇവർ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ തന്നെയാണ് എമ്പുരാനും. സിനിമയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു ജിഹാദ് ഉണ്ട് ഇതിനകത്ത്. ഉണ്ടാ രാജ്യവിരുദ്ധ സിനിമയാണ് ഉണ്ടാ. ഇതെഴുതിയ ആള് തന്നെയാണ് ആ സിനിമയുടെയും കഥ എഴുതിയത്, മലപ്പുറം ഇർഷാദ്. ഇത് ബാൻ ചെയ്ത സിമി എന്ന ഒരു പഴയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ അംഗമാണ്. പ്രൊഡ്യൂസർ ആരെന്ന് പറയണ്ടല്ലോ. കാര്യം മനസ്സിലായില്ലേ? ഈ രാജ്യത്ത് ഇവർ ഏത് രൂപത്തിലുള്ള ആശയമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പൂണൂൽധാരി അസംഖ്യം മുസ്ലിങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. തൊലി കറുത്ത ഒരു ഡസനോളം ആളുകളെങ്കിലും ചുമ്മാ തെറി വിളിക്കുന്നു. 2 ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കയറുന്നു. ജാതിക്കെതിരെയുള്ള സിനിമയാണെന്നൊക്കെ ഇവർ പറയുന്നെങ്കിലും അതിലെ ദളിത് കഥാപാത്രം ഒരുത്തനെ തല്ലിയിട്ട്, അതായത് പിന്നെ അട്രോസിറ്റി അറിയാലോ, SC/ST വകുപ്പാണ്, അത് വെച്ചിട്ട് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ സിനിമയ്ക്കകത്ത പ്രമേയമാണ്. ആ സിനിമയിലെ ആ പൂണൂൽധാരിയുടെ അന്തകൻ ആരാണെന്ന് അറിയാമോ? ഞമ്മന്റെ ആളാണ്. ചുരുക്കി പറഞ്ഞാല് മുസ്ലിങ്ങളെയും ദളിതരെയും കൊല്ലുന്ന സവർണ ബ്രാഹ്മണനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലുന്നു. സിമി തൊട്ട് ജമാഅത്തെ ഇസ്ലാമി വരെ പറഞ്ഞ അതേ കാര്യം. 1400 കൊല്ലങ്ങളായി ലോക മുസ്ലിങ്ങൾ താലോലിക്കുന്ന, അവർ സ്വപ്നം കാണുന്ന ഖുർആൻ എന്താണോ ഇവരോട് കൽപ്പിച്ചത്, ഗസ്വായി ഹിന്ദ്, ടോട്ടൽ ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യണം, ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യണം, മുസ്ലിങ്ങളെ മാത്രം നിലനിർത്തണം എന്ന്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. മറന്നിട്ടില്ലല്ലോ. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. രാമായണ മാസത്തിൽ കത്തിച്ചു കൊന്ന അമ്പലനടയിൽ കെട്ടിത്തൂക്കും, സൂക്ഷിച്ചോ. അതേ വിഭാഗം 1947 ഒരു രാജ്യം വാങ്ങി, പണവും പകുതി വാങ്ങിപ്പോയി, പിന്നെയും പെറ്റുപെരുകി. ഭൂരിപക്ഷമാകുന്ന മുറയ്ക്ക് അവർ ഓരോ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കൈയടിച്ച് പാസ്സാക്കണ്ടേ? അവർ എവിടെയൊക്കെയാണോ ഭൂരിപക്ഷമാകുന്നത് അപ്പോഴൊക്കെ അവർക്കൊരു രാജ്യം വേണം. ഇപ്പോൾ അവർക്ക് രാജ്യം ആയിട്ടൊന്നും വേണ്ട, മലബാർ ഒരു സംസ്ഥാനമാക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നീട് അവരതൊരു രാഷ്ട്രമാക്കുകയോ അതല്ലെങ്കിൽ അതിനെ പിന്നീട് ജില്ലകളാക്കി തിരിക്കുകയോ പ്രദേശങ്ങളായി തിരിക്കുകയോ ഒക്കെ അവരവരുടെ സൗകര്യാർത്ഥം അങ്ങോട്ട് ചെയ്തോളുമെന്ന്. ഇതിനെ എതിർത്താൽ നമ്മളാരായി? അതെ, നമ്മള് വർഗീയവാദികളായിട്ട് അങ്ങോട്ട് മാറും. മനസ്സിലായ? നമ്മളെ വർഗീയവാദികളാക്കാനും നമ്മളെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളാക്കി മാറ്റാനും ശ്രമിക്കുമ്പോൾ എവിടെയാണ് ശരിയായ മതവൈരമുള്ളത്, എവിടെയാണ് അന്യമത വിരുദ്ധതകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ഒരു വിഭാഗം ആളുകൾക്ക് സാധിക്കാതെ പോകുന്നു. ഒന്ന് ആലോചിച്ചാൽ മതി, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെറുതെ പറഞ്ഞതല്ല.
നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വസ്തുതകളാണ്. സിനിമകളിലൂടെ ഇവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു വർഗീയതയും വിഭാഗീയതയും ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടില് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാവരും പറയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 9.5 വയസ്സുള്ള കുഞ്ഞ് അത് വിളിച്ചു പറയുവാണ്, വാപ്പച്ചി അഴുക്കയാണ്, വാപ്പച്ചിയുടെ കൂടെ കിടക്കാൻ പറ്റില്ല, വാപ്പച്ചിയുടെ കൂടെ കിടന്നാൽ ഞാൻ കിടന്നു മുള്ളുവാണ് എന്നൊരു കുഞ്ഞു പറയുക. കഴിഞ്ഞ ദിവസം കാസർഗോഡിനെ ഞെട്ടിച്ച ഒരു പീഡന വാർത്ത പുറത്തു വന്നിരുന്നു. നിരന്തരം വരുന്നുണ്ട് വാർത്തകൾ, ഞാൻ പറയാ. മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി ഗർഭചിത്രത്തിന് വിധേയമാക്കിയ പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയില് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട 49-കാരനായിട്ടുള്ള പിതാവിനെ ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ KP ഷൈനും സംഘം അറസ്റ്റ് ചെയ്യുന്നു. ആലോചിക്കണം. അപ്പൊ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 17-കാരിയായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥിനിയാണ് പിതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഗർഭത്തിന് ഉത്തരവാദി ആരാ? പിതാവ്. എനിക്കറിയില്ലായിരുന്നു, എനിക്ക് പിന്നീടാണ് ഗർഭിണിയാണെന്ന് മനസ്സിലായത്. തുടർന്നാണ് പെൺകുട്ടിയെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നു. ഇതേ തുടർന്ന് കുട്ടിക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുന്നു. തടയാൻ സാധിക്കാത്തത് കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നാലാണ് ഒരെണ്ണം വാർത്തയാകുന്നത്? ഒരെണ്ണം വാർത്തയാകുന്നത്. കഴിഞ്ഞ ദിവസം പിതാവ് കാഞ്ഞങ്ങാട് ഒരാശുപത്രി, എന്താണ് ലക്ഷി മേഘൻ അങ്ങനെ കണ്ട ആശുപത്രിയുടെ പേര് മറന്നു, പെൺകുട്ടിയെ കൊണ്ടുപോകുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടിയെ സ്കാനിങ് ചെയ്യുന്നത്. അപ്പോഴാണ് കുട്ടി പ്രഗ്നന്റ് ആണ് എന്ന വിവരം പുറത്തു വരുന്നത്. ഉടനെ തന്നെ കുട്ടിയുടെ മാതാവിനെ വിളിക്കുന്നു, പിതാവിനെ വിളിക്കുന്നു. അങ്ങനെയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി ഇത് ഗർഭിണിയാണോ, ഇത് വിവാഹിതയാണോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ പെൺകുട്ടിയെ പിതാവ് നൽകിയ മൊബൈൽ ഫോണിലേക്ക് പോലീസ് ബന്ധപ്പെടുന്നു. മൊബൈൽ നമ്പറിലേക്ക് പോലീസുമായി സഹകരിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. കാരണം കാര്യം ഇതാണല്ലോ. അങ്ങനെ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസ് പിടികൂടുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവിക്കും. ഇതൊന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പച്ചവെള്ളത്തിൽ കുളിക്കരുത്. പ്രത്യേക ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എന്ന് പറയുന്നില്ല. ഇതൊക്കെ ഇവിടെ ഞാൻ ഈ വിഷയം അണ്ടർലൈൻ ചെയ്ത് പറയാൻ കാരണം 30 വർഷം മുമ്പ് ഹൈന്ദവ വിശ്വാസിയായിരുന്ന ഇയാള് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതാണ്. തുടർന്ന് വിവാഹം കഴിച്ചതും കുടുംബജീവിതം ആരംഭിച്ചതും പീഡന വിവരം മാതാവ് അറിഞ്ഞിട്ടുമില്ല. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതാണ്. പോലീസ് ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പെൺകുട്ടിയെ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയി സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. വനിതാ ഡോക്ടർ പരിശോധിക്കുന്നു. ഇതെല്ലാം വാർത്തയായതാണ്. സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും വാർത്തയായ വിവരമാണിത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതാണ് വാർത്ത. ഞാൻ വെറുതെ പറയുന്നു എന്ന് പറയണ്ട. മകളെ ലൈംഗികമായി പീഡിപ്പിച്ചത് 6 മക്കളുടെ പിതാവ്. കണ്ടോ? മുപ്പത് വർഷം മുമ്പ് ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന ഇയാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. തുടർന്നാണ് വിവാഹം കഴിച്ചതും കുടുംബജീവിതം ആരംഭിച്ചതും. കൂടുതൽ തെളിവുകൾ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താലും ശരി, ഇവരിത് വിശ്വസിക്കും. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം ഊട്ടിടണം. അതിന് മദ്രസകളിലൂടെ കുട്ടികളെ ഉപ്പുനോക്കുന്ന ഇത്തരം അധ്യാപകർ വർദ്ധിച്ചു വരുന്നു. മതപഠനം നിർത്തലാക്കണം. മതത്തിന്റെ കോൺസെപ്റ്റിൽ ഇത് തെറ്റല്ല. മതത്തിന്റെ കോൺസെപ്റ്റില് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നതാണ് തെറ്റ്. സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചാൽ പോലും അത് തെറ്റല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ മതപുസ്തകങ്ങൾ വലിച്ചെറിയേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചു. പിതാവ് വരെ മക്കളെ പീഡിപ്പിക്കുന്നു. 6 മക്കളുടെ പിതാവ്.
ഭാര്യയും ഉണ്ട് അയാൾക്ക്. പിന്നെ ഇന്നലെ നിങ്ങൾ വേറൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും. രണ്ടാമതും പെൺകുഞ്ഞിന് ജന്മം നൽകി. അതോടുകൂടി ഭർത്താവിന് നിലവിട്ടു. പെണ്ണിനെ സുന്ദരിയായിട്ടുണ്ട് കൊച്ച്. അല്ല, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ജനിക്കുന്നത് ഈ കൊച്ചു തീരുമാനിക്കുന്നതാണോ? ഈ ബുദ്ധിയില്ലാത്ത വിഭാഗം ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ കുറച്ചുകൂടി പുരോഗമിച്ചിട്ടുണ്ട്, വിദ്യാസമ്പന്നരായിട്ടുണ്ട്. പക്ഷെ എന്നാലും വീട്ടിൽ പ്രസവിച്ച് 4ാമത്തെ പ്രസവം വീട്ടിൽ ഭാര്യ മരിക്കുന്നു, ആ പറമ്പിൽ തന്നെ കുഴിച്ചിടാൻ ശ്രമിക്കുന്ന ഒരു പിതാവിന്റെ അക്യുപങ്ചർ, മടവൂർ കാഫില. കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ ഈ വിഷയമൊക്കെ കാണുന്നതും അറിയുന്നതും വാർത്ത ചെയ്യുന്നതും ഒക്കെ. ഇത് മലപ്പുറത്താണ്, പെരിന്തൽമണ്ണ. റിംഷാന എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടും. ഈ പെൺകുട്ടി മരിച്ചു. ഭർത്താവിനെതിരെയാണ് ആരോപണവുമായിട്ട് പെൺകുട്ടിയുടെ കുടുംബം വന്നത്. രണ്ടാമതും പെൺകുഞ്ഞാണ് പ്രസവിച്ചത് എന്നറിഞ്ഞപ്പോ ഈ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ഭർത്താവ് പീഡിപ്പിക്കാൻ തുടങ്ങിയത്. മകളുടെ മരണം ദുരൂഹതയാണെന്നും അത് പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടാണ് ഈ മാതാവ് രംഗത്ത് വരുന്നത്. ജനുവരി 5, 2025 ഈ സംഭവം. പെരിന്തൽമണ്ണ എടപ്പാറ പാതിരിക്കോട് മേലേതിൽ റിംഷാന എന്ന പെൺകുട്ടി. ഇവര് താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 7ഉം 5ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുടെ അമ്മയാണ് റിംഷാന. പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പെൺകുട്ടിയാണ് ഇവര്. വർഷങ്ങളായി ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ റിംഷാന അനുഭവിക്കുന്നു എന്ന് മാതാവ് സുഹറ പറയുന്നു. വീണ്ടും ആ കൊച്ചിനെ മരിക്കാൻ എന്തിനാണ് അവന്റെ കൂടെ വിട്ടുകൊടുത്തത്? റിംഷാനയുടെ മൃതദേഹത്തിൽ മുഴുവനും കരിനീലിച്ച അടയാളങ്ങൾ ഉണ്ടായിരുന്നു. 9 വർഷം മുമ്പാണ് ഈ പെൺകുട്ടിയെ മുസ്തഫ എന്ന യുവാവിന് കെട്ടിച്ചു കൊടുത്തത്. പെൺകുട്ടിയെ പ്രസവിച്ചതോടുകൂടി ഉപദ്രവം തുടർന്നു. അങ്ങനെ 3 വർഷം മുമ്പ് വിവാഹമോചനത്തിനുള്ള ശ്രമം നടന്നു. പിന്നീട് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നോക്കണം, ഇത് വിവരക്കേടാണ്. മതപരമായി മാത്രം ഇവര് പഠിക്കുന്നു. ഇവരൊരിക്കലും പൊതുവിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, അതുപോലെ ഒരു പുരോഗമന ആശയങ്ങളൊന്നും സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. ഇവരുടെ തലച്ചോറിലേക്ക് അത് കയറാതെ വരുന്നു. അതുകൊണ്ടാണ് ഈ മതഗ്രന്ഥങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കുട്ടികൾക്ക് പുരോഗമന ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്നാണ്. കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ഭരണഘടന എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന സാഹചര്യങ്ങൾ അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ യോഗി ആദിത്യനാഥ് കുട്ടികൾക്ക് നിങ്ങൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കണ്ട. നിങ്ങളെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അതൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒരു ദിവസം തുടങ്ങണം. അവസാനിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം പാടിക്കൊണ്ട് മതി. ജനഗണമന പാരായണം ചെയ്ത് അവസാനിപ്പിച്ചാ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ വീടുകൾ തിരഞ്ഞെടുത്തോ, നമ്മുടെ ചെലവിൽ അത് പറ്റില്ല എന്ന് അങ്ങനെ പറയാൻ കേരളത്തിലൊരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്. ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ വീടുകളിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പെൺകുട്ടിയെ പ്രസവിച്ചതിന്റെ പേരിൽ, ഉടനെ ഗർഭിണിയായതിന്റെ പേരിൽ വീട്ടുകാരും പറയും. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ചെറിയ പ്രായം മുതലേ കളിച്ചു വളർന്നവരാണ്. കല്യാണം കഴിഞ്ഞു, 2ാമത്തെ മാസം അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഉമ്മ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് ഗർഭിണിയായോ നീ? നാണക്കേടല്ലേ ആളുകൾ ചോദിച്ചാൽ? കെട്ടിയാലുണ്ടല്ലോ എന്നതിനെ നാണം കിട കൊച്ചു കയറി തൂങ്ങി. അടിക്കടി ഗർഭിണിയായാലും ഉണ്ടാക്കുന്നവൻ മാറി നിൽക്കും. ഈ പേറുന്ന പെണ്ണിനാണ് പ്രശ്നം.
പെൺകുട്ടിയെ ആ കൊച്ച് അനുഭവിച്ച വേദന നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മാതാപിതാക്കളെയും ഞാൻ കുറ്റം പറയും. ഈ കൊച്ചിനെ ഇവര് കണ്ണേ പൊന്നേന്ന് വളർത്തിയ മക്കളെ എന്തിനാണെന്നേ ഇവനൊക്കെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നത്? ഇവനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവയ്ക്കാനും ഉപദ്രവിക്കാനും എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? നമ്മളോട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ 100% ബാധ്യതയുള്ള ആളുകളല്ലേ നമ്മള്? എന്നിട്ടും എന്തിനാണ് ഈ നരാധമന്മാരോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്? അത് തെറ്റാണ്. ഇപ്പോ നമ്മള് യമനിലെ നിമിഷപ്രിയയുടെ വിഷയം പറയുന്നത് പോലെ തന്നെ അല്ലെ, ഇപ്പോ ഇയാള് ഒരു വൃത്തികെട്ടവനാണെങ്കിൽ, തലാൽ അബ്ദുൽ മഹദി പിന്നെ ഇവരെ പീഡിപ്പിച്ച വ്യക്തിയാണെങ്കിൽ എന്തിനാണ് കെട്ടിയോനെയും കുട്ടിയെയും ഇവിടെ ആക്കിയിട്ട് അവന്റെ കൂടെ പോയത്? ഇവള് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പ്രേമിച്ചു, അവന്റെ പണവും ഈടാക്കി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അവനെ കൊന്ന് കഷ്ണങ്ങളുമാക്കിയിട്ട് പിന്നെയും കുറ്റമാർക്കാ? അവന് തന്നെ. എന്നിട്ട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകള് ഓടി നടക്കുക. നിമിഷപ്രിയ രാജ്യത്തിന് എന്തോ പുരസ്കാരം വാങ്ങി തന്ന വ്യക്തിയാണെന്നുള്ള നിലയ്ക്കാണ് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്നത്. ആര് ചെയ്താലും ശരി തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇനിയും ഈ വിഷയത്തില് കാന്തപുരത്തിന്റെ ഇടപെടലുണ്ടല്ലോ, പൊളിച്ചടുക്കുവാണ് ഇവിടെ കേട്ടോ. എന്തായിരുന്നാലും ഇയാള് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാള് നമ്പർ 1 തട്ടിപ്പുകാരനാണ്. ആര്? AP കാന്തപുരം. കാന്തപുരത്തിന്റെ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മുടെ നൗഷാദ് ബാക്കവി ഉണ്ടല്ലോ, അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. നൗഷാദ് ബാക്കവിയെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ നബി ഉണ്ടല്ലോ, ഒരു സുന്ദരിയായിട്ടൊരു പെണ്ണിനെ ഭർത്താവിന്റെ കൂടെ പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവൾ അവിടെ നിൽക്കട്ടെ, എന്നാൽ അവൾ അവിടെ നിൽക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ മൗലവി ഇല്ലേ? അറിയില്ലൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നത്. ഞാൻ എടുത്തു തരാം. കുറച്ച് നീട്ടും കുറുപ്പും ഒക്കെ കാണും. അതുകൊണ്ട് ഞാന് അത് മാത്രമായിട്ടൊന്ന് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതാകുമ്പോ എനിക്കൊന്ന് സ്പീഡിലേ ഇട്ട് തരാൻ പറ്റും നിങ്ങൾക്ക്. കാന്തപുരത്തിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന സംഗതിയാണ്. അപ്പൊ നബിയുടെ പെണ്ണുപിടിയെ കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ച് തന്ന ഒരു പുരോഹിതനാണ് ഇദ്ദേഹം കേട്ടോ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടോ. നടക്കുന്നതായി റിപ്പോർട്ട് ഓടുന്ന മർക്കസ് ഓഫീസ്, അവന് യമനിൽ നടക്കുന്നതായി റിപ്പോർട്ട് ഓടുന്ന മർക്കസ് ഓഫീസ് എന്നാണ്. അതാപ്പോ തൽക്കാലം യമൻ. എന്നിട്ട് കണ്ടില്ല നിങ്ങള് കാന്തപുരം കുറിച്ച് ഇങ്ങനെ ഇരിക്കുക, ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പൊട്ടീസുകളാണ്. അപ്പുറത്തൊരു സ്ക്രീന്, ആ സ്ക്രീനിൽ ഉമർ ഹഫീദിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ഉമർ ഹഫീദ് മർക്കസ് വന്നപ്പോഴത്തെ ഫോട്ടോ ആണ്. അതാണ് വെച്ചിട്ട് പിന്നെ അതിന് മുന്നിൽ ഇരിക്കുകയാണ്. അവർ സംഭാഷണം നടത്തും. എന്നിട്ട് ഇവിടെ കാക്കാമാരെന്താ പറഞ്ഞ് പ്രചരിപ്പിച്ചെന്നറിയാമോ? നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം ഉസ്താദ് യമനിൽ പോയിരിക്കുന്നു. പൊളിഞ്ഞടുങ്ങിയല്ലോ. ഇത്രയും തൊലിക്കട്ടി എന്റെ പൊന്നു ഉസ്താദെ, അപാരം. നബി സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കക്ഷിയാണ് ഇദ്ദേഹം. നിസ്സാര പുള്ളിയൊന്നുമല്ല, ഒരുപാട് ഫാൻസ് ബേസ് ഉണ്ട്. അതുകൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്. ഇദ്ദേഹം യമനിൽ പോയി. ഒടുവിൽ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ചോദിച്ചു, ഏത് കാന്തപുരം? നമുക്കറിയില്ല. അയാളോ എന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാന്നാ പറഞ്ഞ്. ഇയാള് മർക്കസിൽ ക്യാമറ വെച്ചിട്ട് ഇരുന്നിട്ട് യമനാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചു. പറസ്താതെ അതിന്റെ ബാക്കിൽ എഴുതി കാണിക്കുന്നത്. എന്നിട്ട് എന്തുണ്ടാക്കി? അവിടെ കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ്. അതായത് പറഞ്ഞ കള്ളത്തരം പല ഭാഗത്ത് നിന്ന് എന്തായാലും വരും. അത് ഞാൻ ശരിക്കൊന്ന് പിടിച്ചുതരാം. ശരിക്കും ആദ്യം 2 പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒറ്റ ദിവസം 2 പത്രസമ്മേളനമാണ്. അപ്പൊ ആളുകൾക്കിടയിലുള്ള പ്രസക്തിയും 4 ചാനലുകാരും വന്നാൽ ഇവര് എന്തൊക്കെ ആക്കിയെടുക്കുമ്പോഴ ഉള്ളത് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട്, ആ സംഭവം ചെയ്താൽ പോരെ? അത് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ടേ? അവനാന്റെ പ്രസിദ്ധിയാണോ അവിടെ ആഗ്രഹിക്കേണ്ടത്? ഒരു ജീവൻ രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്താൽ പോരെ? പബ്ലിസിറ്റിയാണ് ഇവിടെ വേണ്ടത്. അതിന് പകരം അവനാൻ മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യും. ആ പത്രസമ്മേളനത്തിൽ മൂപ്പര് പറയുന്ന കാര്യങ്ങളൊന്ന് ശരിക്കും നോട്ട് ചെയ്തോളിട്ടോ.
അതിൽ അയാൾ പറയുന്നുണ്ട്, കോടതി അറിയിച്ചു, നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച്. ഇദ്ദേഹം നൗഷാദ് അഹ്സനി എന്നാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. അഹ്സനി ഉസ്താദ് ഞാൻ നേരത്തെ ബാക്കവി എന്ന് പറഞ്ഞു പോയെന്ന് അല്ല. ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അവിടെയുള്ള കോടതി എന്നെ അറിയിച്ചു എന്നാണ്. മൂപ്പരൊരു പവർ നോക്കണം. ഈ കുട്ടികൾ ഇത് പറഞ്ഞിട്ട് ആഘോഷിക്കണത് ഇത് അക്കീം എഴുതി കൊടുത്ത മേറ്ററാണ്. എപ്പിയൊക്കെ പറയുന്നത് മൂപ്പര് പറഞ്ഞ കാര്യമില്ല. വായിക്കാതിരുന്ന അർത്ഥ നേരം ചോറ് കിട്ടൂല, അതുകൊണ്ട് പറയണം. മൂപ്പരൊരു ഗതികേട്. വയസ്സുകാലത്ത് നെഫ്സിന്റെ ഭാഗം നോക്കി ഇരിക്കാൻ പറഞ്ഞിടത്തുനിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ പറയുന്നത്. അല്ലെങ്കിൽ ഒരു കോടതി നിയമം പെടുന്നാണ് വിളിച്ചെണ്ണ മാറ്റണം. കോടതിയിൽ അതിൽ ഹർജി കൊടുക്കണം, അതനുസരിച്ച് അവിടുത്തെ ഖാദി വിധിക്കണം. അപ്പൊ അതിന്റെ കള്ളത്തരം വന്നിട്ടുണ്ട്. കള്ളത്തരം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആദ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. വെച്ചോളൂ. ഞാൻ പറഞ്ഞത് ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്നും ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കോടതിയുടെ വീട്ടിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നാൽ അതിലെ ഒന്നുകൂടി ആ ഭാഗം കേൾപ്പിക്കുന്നില്ല. ആ മൂപ്പര് പറയുന്ന ഭാഗം എന്താ മൂപ്പരെ കോടതി അറിയിച്ചത്? നിങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനുള്ള ശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് നേരെ എന്നെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കും, അപ്പോഴാ കൃത്യമുള്ളത്. നാളെ കൊലപ്പെടുത്താമെന്ന നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. അതിന് മുമ്പ് പറയുന്ന ഭാഗം മൂപ്പരാവിടെ തന്നെ അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്നും ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് ഇയാൾ കൂട്ടിക്കൊടുത്തതാണ്. കാരണം അദ്ദേഹം ഇത് പറയുമ്പോ അദ്ദേഹത്തിന്റെ FB അവർ അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത ലെറ്റർ ചില മാറ്റത്തിരുത്തലുകൾ നടത്തിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇയാൾ എന്താ ഇത് പറയുന്നത്? ജൂലൈ 15-നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ജൂലൈ 15-നാണ് പറയുന്നത്. ഇന്ന് എനിക്ക് അയച്ചു തന്നു, ഇന്ന് എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നു എന്ന് പറഞ്ഞെടുത്തൊരു കളവ്. നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അതാ അയാളെ FB ഇട്ടിട്ടുണ്ടായിരുന്നു. അയച്ചു തന്നു പറഞ്ഞൊരു സാധനം ഔട്ടെടുക്ക്. അതാണ് അതിന്റെ മുകളിൽ കാണാം. അയാൾ പ്രത്യേകം എഴുതുന്നുണ്ട്, എനിക്ക് അയച്ചു തന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ലഫ്ദിൽ അതെന്താ പ്രാർത്ഥനകൾ ഫലം കണ്ടു, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അള്ളാന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ ആളാകൾ എന്നിട്ട് അതിന്റെ അറബി അടക്കയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം മാറ്റിവെച്ചു എന്നത് ആ വാചകത്തിലെ ഏതിന്റെ മയനയാണ്? നിങ്ങളുടെ വാദം അനുസരിച്ചാണ് മാറ്റിയത് എന്ന് ആ ലെറ്ററിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ FB-യിലിട്ട ലെറ്ററിൽ എവിടെയാണതുള്ളത്? എവിടെയാണത് പ്രസിദ്ധീകരിച്ചത്? എന്നിട്ട് വേറൊരു തട്ടിപ്പ് അവിടെ ചെയ്തു. ആ തട്ടിപ്പുകളെ എണ്ണങ്ങള് ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് അയച്ചു തന്നു എന്ന് പറയുന്നത് ജൂലൈ 15-ന്.
2, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് എന്ന് കൂട്ടി. അത് മറ്റൊന്ന്. ഇനി ആ ലെറ്റർ, അവിടുത്തെ ലെറ്റർ കാണിച്ചപ്പോ ഇവർ ചെയ്ത പണി എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ കണ്ട ലെറ്ററിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് അവിടെ ആ വാട്ടർ മാർക്കിൽ പ്രത്യേകം എഴുതിയത് കാണാം. കണ്ടില്ല? ശരിച്ചൊരു എഴുതി കണ്ടില്ലേ? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ. ഒരു വിചാരിച്ച് ഈജിപ്തിൽ നിന്ന് നേരെ അടിച്ചു വിട്ടതാണ്. ഇവന്മാർ ചേർത്ത് കൊടുത്തതാ. ആ ഇല്ലാത്തതിന്റെ ഒറിജിനൽ കാണിച്ചു കൊടുത്ത്. ആ എഴുത്തില്ലാണ്ടോ? അതാണ് അവിടുന്ന് ശരിക്കുള്ള ലെറ്റർ. അതിൽ ഏതില്ല? ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നതിലില്ല. വാട്ടർമാർക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ 3 വഞ്ചന അവിടെ തന്നെ നടന്നിട്ടോ. ഇനി ഒന്നുകൂടി അത് പൊളിയാൻ പോകും. ശരിക്കും ശ്രദ്ധിച്ചോട്ടെ. ഇവര് ഏതാ സാധനങ്ങൾ എന്നറിയും. കാരണം പത്രക്കാർ യമനിൽ പോണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തും അടിച്ചു വിടല്ലോ. നല്ല സുഖാണല്ലോ ഇവർക്ക്. ഇതാ നീ ഞാൻ പൊളിക്കാൻ പോകും. ചൊവ്വാഴ്ചത്തെ സിറാജ് എടുത്ത് ബുധനാഴ്ച 2 സിറാജ് എടുത്താൽ പൊളിയാൻ മാത്രമേ ഉള്ളൂ. ഇത് ജൂലൈ 2025 ജൂലൈ 15 ചൊവ്വ സിറാജ് പത്രം. അതാ അതിലൊന്ന് കാണിച്ചു കൊടുത്തോ. അതാ സിറാജ് പത്രത്തിന്റെ ഈ സൈഡിൽ ഒരു വാർത്ത കാണാം. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച, നിമിഷപ്രിയയുടെ മോചനം. കണ്ടില്ല? അതിന്റെ സൈഡിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച. ഇതെന്താണ്? ഇത് ജൂലൈ 15 ചൊവ്വാഴ്ചയിലെ സിറാജാണ്. നേരത്തെ കണ്ട ഉത്തരവ്, അതായത് തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെച്ചു എന്ന ലെറ്ററിന്റെ ഡേറ്റ് എന്താ? ആ ലെറ്റർ വേർഡ് ഒന്നുകൂടി എടുത്ത് അതിന്റെ മുകളിലുണ്ട് അതിന്റെ ഡേറ്റ്. അതിന്റെ ആ സൈഡിൽ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം. ഏറ്റവും മുകളിൽ അതിൽ കാണാൻ നിങ്ങൾക്ക് 14/7/2025. 14 എന്ന് പറഞ്ഞാൽ എന്നാ? 14 ഇതെന്നത്തെ പത്രമാണ്? 15 ചൊവ്വ. 14 തിങ്കളിൽ കോടതി കൊടുത്ത ലെറ്ററിലാണ് മാറ്റിവെച്ചു എന്നുള്ളത്. കാന്തപുരം മുക്കൽ മുസ്ലിയാർ FPയിൽ വിട്ടതിൽ തന്നെ ഡേറ്റ് മുകളിലുണ്ട്. അത് മറന്നിട്ടുണ്ടാവും മാറ്റാൻ. കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു അടയാളം അവിടെ നിർത്തുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കണം. ഈ സിറാജ് 15നാണ് ഇറങ്ങുന്നത്. ഇതിന് സിറാജ് കൊടുക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ നിർണായക ചർച്ച നടക്കുന്നതാണ്. അപ്പൊ 15 സിറാജ് പറയുന്ന ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്നാണ്. ലെറ്റർ വന്നതെന്നാ 14-ാണ് കോടതി ലെറ്റർ കൊടുക്കുന്നത്. 15 സിറാജ് പറയുന്നത് ചർച്ച നടക്കുന്നു എന്നാണ്. ഇത് 15 സിറാജ് കഴിഞ്ഞ് 16 ബുധൻ സിറാജാണ്. അവിടെ നിമിഷപ്രയുടെ വധശിക്ഷ മാറ്റിവെച്ചു. കാണിച്ചത് ആശ്വാസകരം, നിർണായകം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ. ഇതിനാണ് എട്ടുകാലി മമ്മൂനി എന്ന് പറയാം. ഇവിടെ 14 ഇതിവിടെ പ്രശ്നം തീർന്നു മാറ്റിവെച്ചു. 15 സിറാജ് പറയുന്നു ചർച്ച നടക്കുന്നു. 16 സിറാജ് പറയുന്നു തീരുമാനമായി, AP ഉസ്താദിന്റെ ഇടപെടൽ നിർണായകമായി. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ ഈ വിധിക്കപ്പെട്ട സ്ത്രീയുടെ ഉമ്മ ഒരു ഹർജി കൊടുത്തു കോടതിക്ക്. ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കോടതി കാതി വിധിച്ചു എന്ത്? ഈ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. 14 തന്നെ. 14 അത് വന്നിട്ടുണ്ട്. അപ്പോ ഉമർ ഹഫീദുമായി ബന്ധപ്പെട്ടപ്പോ അവർക്ക് കിട്ടിയ വിവരമാണ്. ഈ കത്ത് അങ്ങനെ കിട്ടിയത്, അന്നെ കിട്ടിയത് നമ്മക്കും കിട്ടിയതേ. മനസ്സിലാക്കണം നിങ്ങള്. ഇവർ ഈ വാട്ടർമാർക്ക് ഇല്ലാത്ത നമ്മളെടുത്തുണ്ടല്ലോ തന്നെ. അപ്പൊ ഈ ഉമർ ഹഫീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ശിക്ഷ മാറ്റിയിട്ടുണ്ട്, ബേജാറാണ്ട. അപ്പൊ ഈ ദായി ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാണ് അത് ഉണ്ടണ്ട, അപ്പൊ പുറത്തു വിടണ്ട. ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് നാളെ നമ്മളെ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും നിന്റെ പ്രവർത്തനം കാരണം ഇവിടെ വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ആ സാധനം പുറത്തു വിടണ്ട, ഞമ്മക്കൊന്ന് ആ വിഷയത്തിൽ പറയാനുള്ളത് കഴിഞ്ഞിട്ട് വിടാ. അങ്ങനെ 15-ാം തീയതി ഉച്ചക്ക് പത്രസമ്മേളനം നടത്തിയിട്ടാ മുമ്പ് പറഞ്ഞത് ഇന്ന് എനിക്ക് അറിവ് കിട്ടി. ഇന്ന് എന്ന് പറഞ്ഞ ഡേറ്റ് 15-ആ. കോടതിയുടെ വിധി അതിൽ 14-ആണ്. 14-ന് മാറ്റിവെച്ച വിധി വന്നിട്ടുണ്ട്. 15-ന് എട്ടുകാലി മമ്മൂനി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് ഞാൻ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ അന്നത്തെ സിറാജ് അനുസരിച്ച് അന്ന് നിർണായക ചർച്ച നടക്കുകയാണ്. എന്ത് ചർച്ചടോ? ഹവയിലുള്ള ഗ്രൗണ്ടിലെ കാലി പറഞ്ഞ പല ഹൃദയത്തിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഉമർ ഹഫീദിന്റെ സംഘം കുടുംബത്തോട് ചർച്ച നടത്തി നിങ്ങൾ പറയുന്നുണ്ടല്ലോ മണിക്കൂറുകളോളം. ഒരു 5 മിനിറ്റുള്ള വീഡിയോ പുറത്തു വിടാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ. എന്തോ ഒരു ഫോട്ടോ ഉണ്ടോ? ഒറ്റ ഫോട്ടോ ഉണ്ടെങ്കിൽ ലൈവായി വിടും. ഞങ്ങൾക്ക് അറിയങ്ങളെ അതിന്റെ ഒരു ഉണ്ടെങ്കിൽ അത് ലൈവ് സംപ്രേഷണം ഉണ്ടാവും. കാരണം അത്രയും വലിയ സംഭവമായിട്ട് ഞങ്ങളിത് വിടാം. എവിടെ നിങ്ങൾ എടുത്ത ഫോട്ടോകള്? നിങ്ങളെ ഞങ്ങൾക്കറിയാലോ. നിങ്ങളിവിടെ കണ്ടോ? ഇത് എത്രയോ നാള് മുമ്പേ ഞാൻ പറയുന്നില്ലേ നിങ്ങളോട് ലൈവിൽ വന്നിട്ട്? കാന്തപുരം ആ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല, പച്ചക്കളവ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത കാന്തപ്പനും കാന്തപ്പന്റെ അനുയായികളും.
ആ കുടുംബത്തിൽ ആർക്കും ഇദ്ദേഹത്തെ അറിയില്ല. അതേ തലാൽ അബ്ദുൽ മഹദിയുടെ ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് പറഞ്ഞത് എന്റെ കുടുംബവുമായി ഒരു ഗ്രാൻഡ് മുഫ്തിക്കും യാതൊരു ബന്ധവുമില്ല, നമുക്ക് അവരെ അറിയില്ല. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഫാൻസ് ഇദ്ദേഹത്തെ ഇന്ത്യൻ പ്രവാചകനായിട്ടാണ് അവതരിപ്പിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രവാചക ശബ്ദമാണത്രേ കാന്തപ്പൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു ഇപ്പൊ മനസ്സിലായില്ലേ? കള്ളങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകത്തില്ല കാക്ക. അതെ, അധികം വൈകാതെ തന്നെ പൊളിഞ്ഞടുങ്ങും. ഇത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ. ഇതുപോലെയാണ് ഇവരുടെ എല്ലാ വിഷയങ്ങളും. ഇവർക്ക് ജയിക്കണം എവിടെയും. അതെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോയതല്ല, അത് തന്നെയാണ് വിഷയം. ഇവർക്ക് എവിടെയും ആധിപത്യം ഇവർക്ക് മാത്രമാകണം. ഒരു മതനേതാവിന്റെ മാത്രം കാര്യമല്ല ഇത്. ഇത് ഇവരെവിടെ പോയിരുന്നാലും ശരി, ഇവരെ മാത്രം ആളുകൾ ശ്രദ്ധിക്കണം, ഇവരെ മാത്രം എല്ലാവരും മാനിക്കണം, ഇവര് മാത്രമേ എല്ലായിടത്തും പാടുള്ളൂ. ഓൾ ഇൻ ഓൾ ഇവരായിരിക്കണം എല്ലായിടത്തും. അതൊക്കെ നടക്കുന്ന സംഗതിയാണോ കാക്ക? ഇപ്പൊ താണ്ടെ ഇവര് എവിടെയോ ഒരു പൊട്ടിത്തെറി ഉണ്ടെങ്കിലും ഇവരുണ്ടാകത്തില്ല അവിടെ, ഇല്ലേ? നമ്മുടെ എലത്തൂര് എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ ആലപ്പുഴ പിന്നെ ഇന്റർസിറ്റി ആലപ്പുഴ കണ്ണൂർ ആലപ്പുഴ, അത് കണ്ണൂർ എറണാകുളം ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്റർസിറ്റി എക്സ്പ്രസ്, അതിനകത്ത് പെട്രോൾ ഒഴിച്ച തീ വെച്ചതാരാ? ഷാരൂഖ് സൈഫ്. എന്തിനായിരുന്നു? പിടിച്ചോ? ഇല്ല. അവനെ സഹായിച്ചതാരാ? കേരളത്തിലുള്ളവർ. പഹൽഗാം ഭീകരാക്രമണം 29 പേരെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൊന്നു. സഹായിച്ചതാരാ? മലയാളികൾ അടക്കമുള്ള ആളുകളിലേക്കാണ് അതിന്റെ ശ്രദ്ധ വന്നത്. ഇങ്ങനെ എവിടെ ഒരു വിഷയമുണ്ടെങ്കിലും ശരി, ഇവരുണ്ടാകും അതിന്റെ മുൻപന്തിയിൽ. ഇന്ന് ഒരു യുവാവ് ഡോക്ടറെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ വരുന്നത് തന്നെ, ഒരു ക്യാൻ നിറയെ പെട്രോളുമായിട്ട്. ക്യാനിൽ പെട്രോളുമായിട്ട് ഇയാൾ വരികയാണ്. അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം ഒരു വലിയ പൊട്ടിത്തെറി ഈ നാട്ടിൽ ഇല്ലാതെ പോയി. ആ വാർത്ത നിങ്ങൾ കണ്ടിരുന്നു? എല്ലാവരും ഒന്നും ഇത്തരം വാർത്തകളൊന്നും പുറത്ത് പറയത്തില്ല. ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു നാട് മുഴുവനും തലശ്ശേരിയിൽ ആശുപത്രിയിൽ ഡോക്ടറെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ യുവാവ്. തലശ്ശേരിയിൽ ആശുപത്രിയിൽ ഡോക്ടറെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ യുവാവ്. വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഡോക്ടറെ വധിക്കാൻ കന്നാസിൽ പെട്രോളുമായി വന്ന യുവാവിനെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി കെട്ടിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കർമാനോസ്ഡ്. ആദ്യം യുവാവിനെ കീഴ്പ്പെടുത്തി കെട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. എന്ത് പറഞ്ഞാലും എന്റെ മോനെ കൊണ്ടവരെ മോൻ പറയുന്നത് കവളപ്പത്ത് പോകുന്ന മോൻ പറയുന്നത് ആ രണ്ട് ഡോക്ടർ കൊണ്ടായിരിക്കും. ആ രണ്ട് ഡോക്ടർ കൊണ്ടായിരിക്കും കന്നാസിൽ പെട്രോളുമായി
ആദ്യമായിട്ട് ഡോക്ടർക്കെതിരെ ഭീഷണി മുഴക്കുകയായിരുന്നു യുവാവ്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ മിഷൻ ആശുപത്രി കോമ്പൗണ്ടിലാണ് നാടകീയ രംഗം അരങ്ങേറിയത്. പോലീസ് സഹായമില്ലാതെയും പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും യുവാവിനെ കീഴടക്കി കെട്ടിയിടുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരും ആളുകളും ചേർന്നാണ് യുവാവിനെ കീഴടക്കിയത്. യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. തന്റെ മകന്റെ മരണത്തിന് കാരണമായ ഡോക്ടറെ കൊല്ലും എന്ന ഭീഷണി മുഴക്കിയാണ് യുവാവിന്റെ ഭീഷണി. തന്റെ മകൻ പോയ സ്ഥലത്ത് ഡോക്ടറെ പറഞ്ഞയക്കുമെന്നും ഇനിയും താൻ മടങ്ങി വരുമെന്നും പറഞ്ഞാണ് യുവാവ് മടങ്ങിയത്. തന്റെ നവജാത ശിശു മരിക്കാൻ കാരണം ഡോക്ടറുടെ അനാസ്ഥ എന്ന് കാണിച്ച് യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് ഖബറടക്കിയ മൃതദേഹം പോലീസിന്റെ നേതൃത്വത്തിൽ പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടവും നടത്തി. സംഭവത്തിൽ പ്രമുഖ ഡോക്ടറുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി യുവാവ് വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയിരുന്നു. യുവാവും ഭാര്യയും ആശുപത്രിയിൽ നിന്ന് പോകാതെ ദിവസങ്ങളോളമാണ് പ്രതിഷേധിച്ചത്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഡോക്ടർമാർക്കെതിരെ വിമർശനം വരാറുണ്ടായെങ്കിലും വധശ്രമങ്ങൾ നടക്കുന്നതാണ്. മുൻപ് കേരളത്തിൽ ഡോക്ടർമാരെ ഇത്തരത്തിൽ വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും ആശുപത്രികളിൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ വാർത്തകൾ സജീവമാണ്. മാത്രമല്ല ബംഗാളിൽ മാസം ഓണാവാൻ കുറച്ച് സമയം എടുക്കും. നെറ്റില്ലല്ലോ. വേണ്ട, ഇനി വേണ്ട. ഭാര്യയും ആശുപത്രിയിൽ നിന്ന് പോകാതെ ദിവസങ്ങളോളമാണ് പ്രതിഷേധിച്ചത്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഡോക്ടർമാർക്കെതിരെ വിമർശനം വരാറുണ്ടായെങ്കിലും വധശ്രമങ്ങൾ നടക്കുന്നതാണ്. മുൻപ് കേരളത്തിൽ ഡോക്ടർമാരെ ഇത്തരത്തിൽ വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും ആശുപത്രികളിൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ വാർത്തകൾ സജീവമാണ്. മാത്രമല്ല ബംഗാളിൽ മാസങ്ങളോളം ഇത്തരത്തിൽ ഡോക്ടറെ വധിച്ചത് സമരങ്ങൾക്കും കാരണമായിരുന്നു. കേരളത്തിലെ കൊട്ടാരക്കരയിൽ 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നടന്നത്. പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി ആശുപത്രി ഡ്യൂട്ടിക്കിടെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ 42-കാരനാണ് കൊലപാതകി. കൊലപാതകം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഷത്തിന് കാരണമായിരുന്നു. വന്ദനാദാസ് കൊല്ലത്തെ SCC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ച 23-കാരിയായ മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഇന്റേൺഷിപ്പ് പരിശീലനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2023 മെയ് 10 പുലർച്ചെ 4:30 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു കുറ്റവാളിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നു. അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സന്ദീപിനെ പോലീസ് പിടികൂടി വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അടുത്ത ബന്ധു ഉൾപ്പെടെ 2 പേരാണ് ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയും ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന മറ്റൊരാളെയും സന്ദീപ് ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഡോക്ടർ വന്ദന ഒഴികെ ചുറ്റുമുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് സന്ദീപ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കത്രിക എടുത്ത് ഡോക്ടർ വന്ദനയെ ഒന്നിലധികം തവണ കുത്തുകയായിരുന്നു. തുടർന്ന് ഡോക്ടർ മരിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തുറന്നു പറയാൻ അധികം ആളുകളും തയ്യാറാകാറില്ല. ഈ ഭീകരർ ഈ നാടിനെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഷാരൂഖ് സൈഫിയുടെ കാര്യമായിരുന്നാലും ഒരു ഡൊമിനിക് മാർട്ടിൻ ഉണ്ടായിരുന്നു കളമശ്ശേരിയിൽ. 5 സ്ഥലത്താണ് അവൻ സ്ഫോടനം പ്ലാൻ ചെയ്തത്. പിന്നീടാണ് അവൻ സാക്കിർ നായിക്കിന്റെ ശിഷ്യനാണ് എന്ന് പിന്നീട് തിരിച്ചറിയും. ഇങ്ങനെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഇവര് വീടുകളിൽ പ്രസവിച്ച് എത്രയോ ആളുകൾ മരിക്കുന്നു. ഇവർക്ക് പരാതിയുണ്ടോ? ഉണ്ടോ? ഇപ്പോ അക്യൂപങ്ചർ എന്ന് പറഞ്ഞ് ഭാര്യമാരെ മുത്തലാഖ് ചൊല്ലാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലിട്ട് കൊല്ലുന്ന പുതിയ സമ്പ്രദായം ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവർക്ക്? ഇവരാരെങ്കിലും എവിടെയെങ്കിലും പരാതി പറയുന്നുണ്ടോ? എന്നിട്ട് വീട്ടിൽ പ്രസവിച്ചു, എന്റെ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞ് ആശുപത്രി വരാന്തയിൽ ധർണയിരുന്ന ആളുകളെ ഒന്നും നമ്മളാരും മറന്നിട്ടില്ലല്ലോ. ഇവർ ഈ നാട് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. ഇവർ എവിടെ ഭൂരിപക്ഷമാകുന്നോ അവിടെയെല്ലാം ഇതല്ല ഇതിൻ്റെ അപ്പുറം അനുഭവങ്ങൾ ഉണ്ടാകും. എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, പഠിക്കാത്ത ആളുകൾ വീണ്ടും മതേതരത്വം ചമഞ്ഞ് ഇവരുമായി സൗഹാർദ്ദത്തിലാകുകയും ചെയ്യും. സംശയമൊന്നുമില്ല. ഇവരെ കുറിച്ച് പറയാൻ ആളുകൾക്ക് പേടി. പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജിനായിരുന്നാലും പാലാ ബിഷപ്പിനായിരുന്നാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിക്കാണെങ്കിലും ഇവരൊക്കെ ഒരുപാട് ഭീകരന്മാരായി, മതവിദ്വേഷം പറയുന്ന ആളുകളായി, വർഗീയവാദികളായിട്ടൊക്കെ മതതീവ്രവാദികൾ അങ്ങോട്ട് മാറ്റി ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തുക. പക്ഷേ ഇവരുമായിട്ട് സൗഹൃദം നല്ലത് തന്നെയാണ്. റെനി പറയുന്നത് പോലെ അറ്റം പോകാതെ നോക്കിക്കോ. പിണങ്ങിയാൽ തലയുടെ അറ്റം പോകാതെയും നോക്കിക്കോ. എല്ലാവരും ഈ കാറ്റഗറി ആണ് എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഈ കാറ്റഗറിക്കാരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവരുടെ മതേതരത്വം വാക്കിൽ മാത്രമേ ഉണ്ടാകൂ. പ്രവൃത്തിയിൽ മതേതരത്വത്തിന്റെ ഒരു കണിക പോലും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്.
നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അറിയാം. ഗാസ വിഷയം വന്നപ്പോൾ, പലസ്തീൻ വിഷയം വന്നപ്പോൾ ഇവരേത് രൂപത്തിലായിരുന്നു ഇടപെട്ടത് എന്ന് നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ മതേതരത്വം. അതെ, ബംഗ്ലാദേശ് വിഷയം വന്നപ്പോൾ കണ്ടില്ലേ ഇവരുടെ വിഷയം. ഏതേത് വിഷയമായിരുന്നാലും ഇവര് എല്ലാത്തിലും ഇവരുടേതായിട്ടൊരു ലാഭം കാണാതെ ഇവരിടപെടില്ല. ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്. ഇപ്പൊ അത് തന്നെയാണ് നിമിഷപ്രിയ വിഷയത്തിൽ പറഞ്ഞത് കണ്ടില്ലേ. ഇപ്പം നൗഷാദ് ഹസനെ അദ്ദേഹം തന്നെയാണല്ലോ പറയുന്നത്, ഇവർക്ക് അഡ്രസ് വേണം. എവിടെയും ഇവർക്ക് എല്ലാത്തിൻ്റെയും ഓൾ ഇൻ ഓൾ നമ്മളാണ് എന്ന് വരുത്തി തീർക്കണം. ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എവിടെയും ഇവർ ഇവരുടേതായിട്ടുള്ള തട്ടിപ്പുകൾ കാണിച്ചു കൂട്ടുന്നത്. അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്താനും ഈ വകയായിട്ട് യമനിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ്, യമനിലെ രാജാവിന്റെ അളിയനാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള കാന്തപുരത്തിന്റെ ശ്രമമാണ് നൗഷാദ് ഹസനി വലിച്ചു കീറി വെയിലത്ത് വെച്ച് ഒട്ടിച്ചത്. രണ്ടായിരത്തി 47 ആകുന്നതിന് മുമ്പ് തന്നെ തുമ്പും തലയും ഒക്കെ പോകും സാരംഗ്, സംശയം എന്താ? കാരണം നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ മത അന്തരീക്ഷം ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ അതൊക്കെ ഭയപ്പെടേണ്ടി വരും. എന്നാ റെനി നിർത്തിയാലോ? 2 ദിവസം ലൈവിന് വന്നില്ലെങ്കിൽ വരാൻ പറ്റില്ല, നല്ല തിരക്കിലായിരുന്നു.